നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. ജല്ലിക്കെട്ട് നടത്താൻ ഓർഡിനൻസ് ഇറങ്ങി. ശാശ്വതമായ പരിഹാരമായോ? സുപ്രീം കോടതി നിരോധിച്ച ജല്ലിക്കെട്ടിന് നാളെ മധുര സാക്ഷ്യം വഹിക്കും. എന്താണ് നിയമപരമായും രാഷ്ട്രീയമായും ഉയരുന്ന ചോദ്യങ്ങൾ? ഈ വിഷയമാണ് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് രാഹുൽ ഈശ്വർ, പീപ്പിൾ ഫോർ ആനിമൽസിൻ്റെ പ്രതിനിധിയായി അനൂപ് ചന്ദ്രൻ, അഡ്വക്കേറ്റ് MR അഭിലാഷ്, AIADMK ട്രഷറർ അഡ്വക്കേറ്റ് ശ്രീനിവാസൻ വേണുഗോപാൽ എന്നിവർ. ചർച്ചയിലേക്ക് കടക്കും മുമ്പ് ഒരു ചെറിയ ഇടവേളയിൽ ജല്ലിക്കെട്ട് നിരോധിച്ച സുപ്രീം കോടതി ഉത്തരവ് നിലനിൽക്കെ ആണ് തമിഴ്നാട് സർക്കാരിൻ്റെ ഓർഡിനൻസ് ഇറങ്ങിയിരിക്കുന്നത്. ബഹുജന പ്രക്ഷോഭത്തിന് ഒരു പരിഹാരം ഉണ്ടാകുന്നു. തമിഴ്നാടിൻ്റെ വികാരം മാനിക്കുന്നതിൽ ന്യൂസ് ആൻഡ് വ്യൂസിന് പരാതിയില്ല. ആഘോഷങ്ങളോട് ഒപ്പം നിൽക്കുമ്പോൾ തന്നെ വ്യവസ്ഥാപിത സ്ഥാപനങ്ങൾ ഭരണഘടനാനുസൃതമായി മുന്നോട്ട് പോകുന്നുണ്ടോ? ഓർഡിനൻസ് പുറത്ത് ഇറങ്ങുന്നത് നിയമപരമായി തന്നെയാണോ, ഭരണഘടനയ്ക്ക് അനുസൃതമായി ആണോ? അതുകൂടി ആണ് ഈ ചർച്ച പരിശോധിക്കുന്നത്. അഡ്വക്കേറ്റ് MR അഭിലാഷ്, സുപ്രീം കോടതി വിധി വരാനിരിക്കെ അതിനെ മറികടക്കുന്ന ഒരു ഓർഡിനൻസ് വരുന്നത് ജല്ലിക്കെട്ടിൻ്റെ നടത്തിപ്പിനെ സഹായിക്കുമെങ്കിലും അത് നിലനിൽക്കുന്നതാണോ? എത്രയും പെട്ടെന്ന് നടത്തുവാൻ വേണ്ടിയാണല്ലോ കോടതി വിധിയെ മറികടക്കുവാനുള്ള ഇങ്ങനെയൊരു ഒരു കുശാഗ്ര നീക്കവുമായിട്ട് രാഷ്ട്രീയ പൊളിറ്റിക്കൽ ക്ലാസ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒത്താശയോടുകൂടി ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഓർഡിനൻസ്, ഭരണഘടനയുടെ 213-ാമത്തെ അനുച്ഛേദ പ്രകാരം ഓർഡിനൻസ് പ്രൊമൾഗേറ്റ് ചെയ്യുകയാണ്. തീർത്തും അത് അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ്. ഈ പബ്ലിക് പ്രഷർ എന്നുള്ള ഒരേ ഒരു ഗ്രൗണ്ട് കൊണ്ട് രാഷ്ട്രതന്ത്രജ്ഞത ഡിസ്പ്ലേ ചെയ്യേണ്ടുന്ന ആ ഒരു പൊളിറ്റിക്കൽ ക്ലാസ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മൂല്യങ്ങളെയും നിയമത്തിനെയും ശരിക്കും അടിയറവ് വെച്ചിരിക്കുകയാണ്. വളരെ വളരെ ദുരന്തപൂർണമായ ഒരു സാഹചര്യമാണ്. ഭരണഘടനാ സ്ഥാപനങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട്, കോടതിയുടെ വിധിയെ കാറ്റിൽ പറത്തിക്കൊണ്ട് വളരെ വ്യക്തമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് തമിഴ്നാട്ടിൽ അവിടെ എടുത്തിരിക്കുന്നത്. സെൻട്രൽ ഗവൺമെൻറ് ഒത്താശയോടുകൂടി തന്നെയാണത് ചെയ്തിരിക്കുന്നത്. തീർത്തും ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു തീരുമാനം. നിർഭാഗ്യവശാൽ കോടതിയുടെ കൺസിഡറേഷൻ ഇത് വരുന്നതിന് മുമ്പ് തന്നെ ഇവരെ ജല്ലിക്കെട്ട് നടത്തുകയാണ്. 2014 കോടതി എല്ലാ കക്ഷികളെയും കേട്ടതിന് ശേഷം പാസാക്കിയ ഹിസ്റ്റോറിക് ആയിട്ടുള്ള, ലെജൻഡറി ആയിട്ടുള്ള വിധി നിലനിൽക്കെ തന്നെ കോടതി വിധിയെ കാറ്റിൽ പറത്തിക്കൊണ്ട് ജല്ലിക്കെട്ട് നടത്തുകയാണ്. ഇത് റിപ്പബ്ലിക്കൻ ഇന്ത്യക്കും അതുപോലെ തന്നെ ഇവിടുത്തെ ഭരണഘടനാ വ്യവസ്ഥയ്ക്കും എതിരെയുള്ള ഒരു ഓപ്പൺ വെല്ലുവിളി തന്നെയാണെന്നാണ് ഞാൻ ഇതിനെ കാണുന്നത്. ശരി, ഞാൻ തിരിച്ചു വരാം. ശ്രീ രാഹുൽ ഈശ്വർ, അതാണ് നിയമപരമായ അവസ്ഥ. കേന്ദ്ര സർക്കാർ കൂടി ഒത്തുകളിച്ചുകൊണ്ട് തമിഴ്നാട്ടിലെ സർക്കാരിനൊപ്പം നിന്ന് ഒരു അവധി ദിവസത്തിന് തൊട്ടു മുമ്പുള്ള മണിക്കൂറുകൾ നോക്കി ഒരു ഓർഡിനൻസ് ഇറക്കി ജല്ലിക്കെട്ട് നടത്തി ആളുകളെ തൃപ്തിപ്പെടുത്തുമ്പോൾ തമിഴ്നാട്ടിൻ്റെ വികാരത്തിനൊപ്പം നിൽക്കുകയാണെങ്കിൽ കൂടി അത് അനുവദിക്കാൻ സാധിക്കുന്നതാണോ? ശ്രീ ലാൽ, ഒരു ഇന്ത്യക്കാരനെന്ന നിലയിൽ എൻ്റെ തലച്ചോറിന് ഏറ്റവും ദുഃഖമുള്ള ദിവസങ്ങളിൽ ഒന്നാണെന്ന്. പക്ഷേ ഒരു ഭാരതീയൻ എന്നുള്ള നിലയിൽ എൻ്റെ ഹൃദയം ഏറ്റവും സന്തോഷിക്കുന്ന ഒരു അവസരം കൂടിയാണിത്. നമ്മൾ സത്യസന്ധമായി ഈ കാര്യങ്ങൾ കാണണം. അതായത് പലപ്പോഴും USA പോലൊരു അഡ്വാൻസ് ഡെമോക്രസിയിൽ വളരെ തുറന്നു തന്നെ ജഡ്ജിമാരുടെ ഐഡിയോളജിക്കൽ ഓറിയന്റേഷൻ പോലുള്ള കാര്യം പറയുന്നുണ്ട്. അവിടുത്തെ 9 അംഗത്തിൽ 4 പേര് കൺസർവേറ്റീവും 4 പേര് ലിബറലും, ഒരാൾ സുപ്രീം കോടതി പൊതുസമ്മതനായ ജഡ്ജി എന്നൊക്കെ പറയാറുണ്ട്. എല്ലാ ആദരവോടും കൂടി എനിക്ക് സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ ദൈവങ്ങളാണ്, പക്ഷേ കാര്യങ്ങൾ പറയാതിരിക്കാൻ നമുക്ക് പറ്റില്ല എന്നുള്ളത് കൊണ്ട് പറയാം. ജല്ലിക്കെട്ട് നടത്തുന്നതിനെ എതിർക്കുകയോ അനുകൂലിക്കുകയോ അല്ല നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ നിന്ന് വിഭിന്നമാകുന്നത്. ഇവിടെ ഹൃദയവും തലച്ചോറും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞെടുത്ത കാര്യങ്ങളുണ്ട്. അവിടെ ഞാൻ തൽക്കാലം തലച്ചോറിന്റെ ഭാഗത്ത് നിൽക്കട്ടെ. ഹൃദയം പലപ്പോഴും വികാരപരമാണ്. തലച്ചോറ് എന്ന് പറയുന്നത് നിയമത്തിനനുസൃതമായി, ഭരണഘടനാനുസൃതമായി കാര്യങ്ങളെ ചികഞ്ഞു നോക്കുന്ന ഒരു സംവിധാനം കൂടിയാണെന്ന് കരുതട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ കേന്ദ്ര സർക്കാരിന്റെ ഒത്തുകളിയോടുകൂടി പറയാതിരിക്കാൻ വയ്യ. രാഷ്ട്രപതിയെ കൊണ്ട് ഇങ്ങനെ ഒരു ഓർഡിനൻസിൽ ഒപ്പുവെപ്പിച്ച് ഇത് നടപ്പിലാക്കാൻ ഗവർണറെ കൂടി സാക്ഷ്യപ്പെടുത്തി നാളെ മുഖ്യമന്ത്രി മധുരയിലേക്ക് പോകുമ്പോൾ നമുക്ക് സന്തോഷിക്കാം, നമ്മുടെ തമിഴ്നാട്ടിലെ സഹോദരങ്ങൾ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ നിയമ സംവിധാനത്തിൽ ഭരണഘടനയ്ക്ക് ഒരു
കളങ്കം ഏർപ്പെടുത്തുന്ന ഈ പരിപാടി നാളെ എല്ലാവരും ആവർത്തിച്ചാൽ എന്താണ് സംഭവിക്കുക? അങ്ങ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. 100% നിഷ്പക്ഷമായിട്ടുള്ള നിരീക്ഷണമാണ്. ഇറ്റ്സ് എ ഫൈറ്റ് ബിറ്റ്വീൻ ഹെഡ് ആൻഡ് ഹാർട്ട്. തലച്ചോറും ഹൃദയവും തമ്മിലുള്ള ഒരു ഫൈറ്റ് തന്നെയാണ് നമ്മളിവിടെ കാണുന്നത്. അതൊരു ലീഗൽ ഇഷ്യൂ തന്നെയാണ്, ഇല്ലെന്ന് ആരും പറയുന്നില്ല. നാളെ ഇതിന്റെ വിഷമം എല്ലാ വിനയത്തോടും പറയട്ടെ, നാളെ ശബരിമല കേസിൽ എതിർവിധി വന്നാൽ ഞാനും ഇത് തന്നെയാണ് പറയാൻ പോകുന്നത്. അതായത് നമുക്ക് ജല്ലിക്കെട്ട് മാതൃകയിൽ നമ്മുടെ വിശ്വാസത്തെ സംസ്കാരത്തെ സംരക്ഷിക്കാൻ ശബരിമലയ്ക്ക് വേണ്ടി പോരാടണമെന്ന്. കർണാടകയിലെ കമ്പളയെ കുറിച്ച് ഇതാ പറയുന്നത്. ആദരണീയനായ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ സാറിൽ അതാ പറഞ്ഞത്. മറ്റൊരു വിഷയത്തിന് വേണ്ടി ജല്ലിക്കെട്ട് മാതൃകയിൽ സമരം വേണമെന്ന്. ഒരു വലിയ ലീഗൽ ക്രൈസിസ് ആണെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ക്രൈസിസ് ആരുണ്ടാക്കി, എന്തിനുണ്ടാക്കി? അവിടെ വ്യത്യാസമുള്ളൂ നമ്മൾ തമ്മിൽ. ഈ ക്രൈസിസ് ഒത്തുകളി എന്ന വാക്കല്ല. നരേന്ദ്രമോദി ഗവൺമെന്റിന്, പ്രത്യേകിച്ച് ഒരു മൃദു ഹിന്ദുത്വ ലൈനും കൂടെ പിടിക്കുന്ന ഗവൺമെന്റ് ആയതുകൊണ്ട് ഈ വിഷയത്തിൽ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടില്ല? വോട്ട് പോകട്ടെ. ഒരു ഭരണഘടനാ സ്ഥാപനത്തെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് സർക്കാരിന്റെ കടമയാണ്. നിയമം നോക്കിയാൽ മതി, ഭരണഘടന നോക്കിയാൽ മതി, സുപ്രീം കോടതിയുടെ വിധി പരിരക്ഷിച്ചാൽ മതി. അതിനെ കാത്തിരിക്കുന്ന എത്ര ആളുകളുണ്ട് എന്നുള്ളതല്ല നോക്കേണ്ടത്. രണ്ട് കാര്യങ്ങളാണ്. ഈ നിയമങ്ങൾ പരിപാലിക്കാൻ വേണ്ടി ജനങ്ങൾ വോട്ട് ചെയ്ത് കാത്തു സൂക്ഷിക്കാൻ ഏൽപ്പിച്ചവർ തന്നെ ഇതിനെ അട്ടിമറിക്കാൻ കുതന്ത്രങ്ങളിലൂടെ, കുറുക്കു വഴികളിലൂടെ ശ്രമിക്കുമ്പോഴാണ് അതിനകത്ത് നാളെ ഉണ്ടാകുന്ന ദുരന്തത്തിന്റെ ഉത്തരവാദി ആരാണ് ഇന്നിത് ചെയ്തു വെച്ചത് എന്ന ചോദ്യം ഉയരുന്നത്. രണ്ട് വരികളാണ് ഈ പറയുന്നതിനെല്ലാം. ആ വാക്കുകളോട് യോജിപ്പില്ല. പക്ഷെ അങ്ങ് പറയുന്നത് 100%, 99 അല്ല, 100% സത്യമാണ്. സെൻട്രൽ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്താണ് ചെയ്തത്. ഇന്ന് ഈ ഹിന്ദു വലതുപക്ഷം എന്ന് വിളിക്കുന്ന ആൾക്കാരെല്ലാം ട്വിറ്ററിലും സോഷ്യൽ മീഡിയയിലും മോദി വിത്ത് ജല്ലിക്കെട്ട് അടക്കമുള്ള കാര്യങ്ങൾ ശക്തമായി വരുന്നുണ്ട്. അക്കാര്യത്തിൽ എനിക്കൊരു ഭേദഗതി ഉണ്ട് രാഹുൽ ഈശ്വറിനോട്. അതായത് സെൻട്രൽ ഗവൺമെന്റ് മാത്രം ഇതിന്റെ അവർ ഇതിന്റെ തമിഴ്നാട്ടിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും മാറി നിൽക്കുന്നില്ല. CPM-ഉം CPI-യും അവരെല്ലാം ജനങ്ങളുടെ കൂടെയുണ്ട്. എന്റെ സംശയം ഇതൊന്നുമല്ല. എനിക്ക് ചോദിക്കാനുള്ളത്, രാഹുൽ ഈശ്വർ, കേരളത്തിന്റെ കാര്യം നോക്കൂ. തമിഴ്നാടുമായി നമുക്കൊരു അഭിപ്രായ വ്യത്യാസമുള്ള ഒരു കാര്യം മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിലാണ്. ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളം ഇതുപോലൊരു കളി കളിച്ചാൽ എങ്ങനെ ഇരിക്കും? അല്ല, മാത്രമല്ല കാവേരി റിയലിസ്റ്റിക്കലി സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. കാവേരിയിൽ കർണാടകവും തമിഴ്നാടും കൂടി ഈ ഫൈറ്റ് ആയി തുടങ്ങാൻ പോകുന്നത്. നാളെ മുല്ലപ്പെരിയാർ വന്നാൽ നമ്മുടെ നാട്ടിൽ ഡാം പൊട്ടുമെന്നൊരു വികാരം വന്നാൽ ഇത് ഉണ്ടാവും. ഇത് സീരിയസ് ആയിട്ട് ഒരുപക്ഷെ കഴിഞ്ഞ കുറെ വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും ഗൗരവമുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ക്രൈസിസ് ആണ്. ഇതിനോട് സമാനം 69% റിസർവേഷൻ തമിഴ്നാട്ടിൽ ഉണ്ടെന്നുള്ളതാണ്. പക്ഷെ ഒരു വരി മാത്രം നമ്മൾ വ്യത്യാസപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു സ്ഥലത്തേ ഉള്ളൂ. ഞങ്ങളെല്ലാം സെൻട്രൽ ഗവൺമെന്റിനെയും തമിഴ്നാട് ഗവൺമെന്റിനെയും ADMK DMK-യും കോൺഗ്രസിനെയും CPM-നെയും BJP-യെ സപ്പോർട്ട് ചെയ്യുക. മറുവശത്ത് ജുഡീഷ്യൽ ഓവർ റീച്ച് എന്നുള്ള വിഷയത്തിലേക്ക് വരാം. രാഹുൽ ഈശ്വർ തുറന്നുവിട്ട ആ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ അതിലേക്ക് വരാം. പക്ഷെ അതിനു മുൻപ് ഈ രാഷ്ട്രീയ വർഗം എന്താണ്, അത് പോസിറ്റീവ് അർത്ഥത്തിൽ ആണ്. പൊളിറ്റിക്കൽ ക്ലാസ് എന്ന വാക്കാണ് അഡ്വക്കേറ്റ് MR അഭിലാഷ് ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അതിന്റെ മലയാള തർജ്ജമയിലേക്ക് വന്നത്. എന്താണ് തമിഴ്നാട്ടിൽ ഇപ്പോൾ ചെയ്തത് എന്നാണ് അറിയേണ്ടത്. അഡ്വക്കേറ്റ് ശ്രീനിവാസൻ വേണുഗോപാൽ, AIADMK, നാളെ അതിൻ്റെ തലപ്പത്തുള്ള മുഖ്യമന്ത്രി പനീർശെൽവം മധുരയിൽ പോയി ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് ജല്ലിക്കെട്ട്. ഇതുവരെ പറഞ്ഞു വെച്ചത് എന്താണ്? തമിഴ്നാടിന്റെ മൊത്തം വികാരമാണ് ജല്ലിക്കെട്ട്. തമിഴ്നാട് മുഴുവൻ ഈ നിയമം അങ്ങോട്ട് പാസ്സായാൽ നാളെ ജല്ലിക്കെട്ട് ആഘോഷിച്ച് തിമർക്കാൻ പോവുകയാണ്. എല്ലാ ജില്ലയിലും ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ മുന്നോട്ട് പോകാൻ പോവുകയാണ്. പക്ഷെ നാളെ മുഖ്യമന്ത്രി പനീർശെൽവത്തിന് മധുരയിലെ 3 ഗ്രാമങ്ങളിൽ മാത്രം പോയി നടത്തേണ്ടി വരുന്ന ഒരു ആഘോഷമായി ഇതാ തെളിഞ്ഞിരിക്കുന്നു ജല്ലിക്കെട്ട് എന്നുള്ളത്. നിങ്ങൾ ഈ തമിഴ്നാട്ടിലെ ജനതയുടെ ചെന്നൈയിലെ മറീന ബീച്ചിലെ പ്രക്ഷോഭം കാണിച്ച് മുന്നോട്ട് പറഞ്ഞത് ശരിയല്ല എന്നല്ലേ വെളിവാകുന്നത്? നേരത്തെ ഒരു അഭിഭാഷകൻ പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് ഒരു വാക്ക് പറഞ്ഞിട്ട് ഇതിലേക്ക് വരാം. കാരണം നമ്മുടെ ഇന്ത്യയിൽ ഭരണഘടന പല പ്രാവശ്യവും അമെൻമെന്റുകൾ വന്നിട്ടുണ്ട്. അത് കാലഘട്ടത്തിനനുസരിച്ചുള്ള അമെൻമെന്റുകളാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഓർഡിനൻസ് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്ന് പറയുന്നത് ശരിയല്ല. ഒന്ന്, അഡ്വക്കേറ്റ് ശ്രീനിവാസൻ വേണുഗോപാൽ, താങ്കൾ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ അങ്ങേ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, കേരളത്തിൽ തന്നെയുണ്ട് ഇത് കേരളം തന്നെയാണ് ഇതിന്റെ ഉദാഹരണം. കേരളത്തിൽ കശുവണ്ടി വികസന കോർപ്പറേഷന്റെയും ക്യാപെക്സിന്റെയും ഫാക്ടറികൾ സ്വകാര്യ ഉടമസ്ഥർക്ക് കൈമാറാനുള്ള സുപ്രീം കോടതി ഉത്തരവ് മറികടക്കാൻ സംസ്ഥാന സർക്കാർ, നമ്മുടെ സർക്കാർ ഓർഡിനൻസ് കൊണ്ടുവന്നിരുന്നു. അതിനെ ജസ്റ്റിസ് രംഗൻ ഗൊഗോയും അതുപോലെ നരിമാനും അടങ്ങുന്ന ബെഞ്ചാണ് ആ ഓർഡിനൻസിനെ റദ്ദാക്കി ഒരു
വാക്ക് പറയുന്നത് എനിക്ക് തോന്നുന്നത് റെസ് ജുഡിക്കേറ്റ എന്നാണ് തോന്നുന്നത്. അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ് കൂടി ഉണ്ടല്ലോ, അദ്ദേഹം അത് വിശദീകരിക്കും. ആ കാര്യം പറഞ്ഞുകൊണ്ട് ആ ഓർഡിനൻസിനെ റദ്ദാക്കിയത് സമാനമായ കാര്യമാണ്. ഇവിടെ ഒരു ഉത്തരവുണ്ട്, അതിനെ മറികടക്കാൻ ഓർഡിനൻസ് കൊണ്ടുവന്നാൽ അത് റെസ് ജുഡിക്കേറ്റയാണ്, നിലനിൽക്കില്ല. അല്ല, അത് ശരിയാണ്. അതെ, റെസ്റ്റിഡിക്കേറ്റ എന്ന് പറയുന്ന വാക്ക് അത് ഒരേ സമാനമായ രീതിയിലുള്ള വാദിയും പ്രതിയും ഒരേപോലെ വരുന്ന ഒരേ കാര്യം വീണ്ടും കൊണ്ടുവരുമ്പോൾ മാത്രമാണ് ഈ റെസ്റ്റിഡിക്കേറ്റ വരുന്നത്. ഇവിടെ അതല്ല വിഷയം. ഇപ്പോൾ ഒരു ഓർഡിനൻസ് 6 മാസത്തോളം അതിന് നിയമപരമായ പ്രാബല്യമുണ്ട്. അത് കഴിഞ്ഞ് അതിനകത്ത് തന്നെ അസംബ്ലിക്ക് അല്ലെങ്കിൽ പാർലമെന്റിനോ നിയമം കൊണ്ടുവന്ന് അത് സ്റ്റാറ്റ്യൂട്ടാക്കി മാറ്റാൻ കഴിയും. സ്റ്റാറ്റ്യൂട്ടിനകത്ത് എന്തെങ്കിലും ഇല്ലീഗാലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ സുപ്രീം കോടതിക്കോ അല്ലെങ്കിൽ ഹൈക്കോടതിക്കോ ഇടപെടാൻ കഴിയൂ. അപ്പൊ അതൊക്കെ അവിടെ നിന്നോട്ടെ. ഇപ്പൊ എന്തായാലും താൽക്കാലികമായി ഒരു ഓർഡിനൻസ് വന്നു. നാളെ ജല്ലിക്കെട്ട് ആരംഭിക്കുകയാണ്. അതിന്റെ ഉദ്ഘാടനം തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് പന്നീർസെൽവം നാളെ മധുരയിൽ നിർവഹിക്കും. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. വളരെ സന്തോഷത്തോടുകൂടിയാണ് ഈ ഒരു ഓർഡിനൻസ് പുറത്തു വന്നതിലുള്ള ഞങ്ങളുടെ വികാരം. എന്താണ് ആ സന്തോഷത്തിന് കാരണം? അത് മൊത്തത്തിൽ തമിഴ്നാടിന്റെ എല്ലാ ജനങ്ങളുടെ ഒരു ആവശ്യം നേടിയെടുത്തു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ എല്ലാ സ്ഥലത്തും ഈ ആഘോഷം ഇല്ലല്ലോ അഡ്വക്കേറ്റ് ശ്രീനിവാസൻ വേണുഗോപാൽ. ഇല്ല, അത് പറയുന്നത് ശരിയല്ല. മധുര ആയാലും ശരി, ഡെണ്ടിക്കലായാലും ശരി, സേലമായാലും കോയമ്പത്തൂരായാലും തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതൊരു ആഘോഷമായി നടത്തുന്നുണ്ട്. ആ ഒരു വികാരമാണല്ലോ നമ്മൾ മറീന ബീച്ച് കണ്ടത്. ശരി, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സന്തോഷത്തിന് എത്ര മണിക്കൂറിന്റെ ആയുസ്സുണ്ട്? തിങ്കളാഴ്ച തീരാവുന്നതേ ഉള്ളൂ. ചൊവ്വാഴ്ച ഒരാൾ സുപ്രീം കോടതിയിലേക്ക് പോയാൽ തീരാവുന്നതേ ഉള്ളൂ. ഇല്ല, അത് നിയമപരമായി ആർക്ക് വേണോ കോടതിയെ സമീപിക്കാം. കോടതി അതിനെ ഇന്റർപ്രറ്റ് ചെയ്യും. അതിലെന്തെങ്കിലും ഈ ഓർഡിനൻസിനകത്ത് എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ അത് ചിലപ്പം അത് സെറ്റിസൈഡ് ചെയ്ത് പോകാനും സാധ്യതയുണ്ട്. അതിനകത്ത് നിയമം വരുമല്ലോ. സ്റ്റാറ്റ്യൂട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ മാത്രം ഒരു അഭിഭാഷകനാണ്, എന്തെങ്കിലും വീഴ്ചയുണ്ടോ എന്ന് അങ്ങക്ക് ഇനിയും നോക്കേണ്ടതുണ്ടോ? ഞാൻ തിരിച്ചു വരാം. ഞാൻ ശ്രീ അനൂപ് ചന്ദ്രനിലേക്ക് പോകുന്നതിന് മുൻപ് അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ്, എന്തെങ്കിലും ഒരു വീഴ്ച മാത്രമേ ഈ ഓർഡിനൻസ് ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തതിലുള്ളോ? ഇതുവരെ ഇവിടെ നടന്ന ചർച്ചയിൽ കേട്ട നിയമപരമായ ഭാഷ്യങ്ങളെല്ലാം വച്ചുകൊണ്ട് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ജസ്റ്റിസ് ദീപക് മിശ്രയ്ക്ക് മുമ്പിൽ എത്തുന്ന പരാതിയുടെ ഫലം എന്താകാം? അല്ല, ഇത് ബോധപൂർവം ഈ പൊളിറ്റിക്കൽ ക്ലാസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സർക്കമെന്റ് ചെയ്യുവാൻ ശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ ക്രൈസിസ് വന്നിരിക്കുന്നത്. വെള്ളിയാഴ്ച കോടതി അവധിയിൽ പോവുകയാണ്, ശനി ഞായർ 2 ദിവസം കോടതി അവധിയായിരിക്കുമെന്നുള്ള പൂർണ്ണമായ ബോധ്യത്തോടു കൂടി തന്നെ ശനിയാഴ്ച ഓർഡിനൻസ് പ്രൊമൽഗേറ്റ് ചെയ്യുകയും ഞായറാഴ്ച ജല്ലിക്കെട്ട് നടത്തുകയും അതുമൂലം കോടതിയുടെ മുൻപിൽ അഫക്റ്റ് ചെയ്യപ്പെട്ട പരാതിക്കാരന് മൃഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന, വേദന കൊണ്ട് പുളയുന്ന മൃഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന ആനിമൽ വെൽഫെയർ ബോർഡിന് കോടതിയുടെ മുമ്പിൽ ഇത് പരാമർശിക്കാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ ജല്ലിക്കെട്ട് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെ അവരെ ഇളിച്ചു കാട്ടുന്നതിന് തുല്യമല്ലേ ശരിക്ക്? ഇവിടെ യാതൊരു ഈ ഓർഡിനൻസ് നിലനിൽക്കുന്നതല്ല, ഇത് സ്റ്റേ ചെയ്യപ്പെടേണ്ടതാണ്. ഇത് സ്റ്റേ ചെയ്യപ്പെടുക തന്നെ ചെയ്യും. എന്നിരുന്നാലും നാം മനസ്സിലാക്കേണ്ടത് കോടതിക്ക് ഈ വിഷയം പരിഗണിക്കാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ ജല്ലിക്കെട്ട് നടത്തും എന്നുള്ള ഒരു വാശി എത്ര കുൽസിതമായ ഒരു സമീപനമാണ്. അത് മാത്രമല്ല, ഭരണഘടനാപരമായ ഓഫീസുകൾ കൈകാര്യം ചെയ്യുന്ന ഉന്നതങ്ങളിലുള്ള അധികാരികളുടെ ഒത്തുചേരലാണിത്. ശരി, ശ്രീനിവാസൻ വേണുഗോപാൽ, അങ്ങനെ ഒരു കാര്യത്തിൽ എന്തുകൊണ്ടാണ് തമിഴ്നാട് സംസ്ഥാന സർക്കാർ ജനങ്ങളുടെ വികാരത്തിന് വേണ്ടി, വോട്ടിന് വേണ്ടി ഇങ്ങനെ ഒരു മണിക്കൂറുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു കാര്യത്തിന് മുമ്പിൽ തലവെച്ചു കൊടുത്തത്? അത് ശരിയല്ല. അത് കഴിഞ്ഞ 4 വർഷമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റുമായി തമിഴ്നാട് സർക്കാർ ഇടപാടുകൾ നടന്നു വരികയായിരുന്നു. പക്ഷെ എന്തോ ആ പ്രത്യേക സാഹചര്യത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഇപ്പൊ അതിന് ഒരു അത്യാവശ്യമായ ഒരു സാഹചര്യം ഉയർന്നു വന്നതുകൊണ്ടാണ് ഗവൺമെന്റ് അതിന് മുൻകൈ എടുത്തത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ മറ്റ് പാർലമെന്റ് അംഗങ്ങളും രാജ്യസഭാ അംഗങ്ങളും എല്ലാം ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രി കണ്ട ഈ ഒരു ആവശ്യം ഉന്നയിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മുമ്പോട്ട് നീക്കുകയും. അഡ്വക്കേറ്റ് ശ്രീനിവാസൻ വേണുഗോപാൽ, പക്ഷേ സമാനമായ ഒരു സിറ്റുവേഷനാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. മുല്ലപ്പെരിയാർ കേസ് വന്നപ്പോൾ കേരള നിയമസഭ പാസാക്കിയ ഒരു ഡാം സുരക്ഷാ നിയമമുണ്ടായിരുന്നു. സുപ്രീം കോടതിയിൽ തമിഴ്നാട്ടിലെ നിങ്ങളുടെ, അതായത് AADMKയുടെ അഭിഭാഷകർ, സംസ്ഥാന സർക്കാരിൻ്റെ, തമിഴ്നാട് സംസ്ഥാന സർക്കാരിൻ്റെ അഭിഭാഷകർ അവിടെ വാദിച്ചത് കേരളം ഈ നിയമം പാസാക്കാൻ പാടില്ല, കേരളത്തിന് അതിനുള്ള അധികാരമില്ല, ഞാൻ നേരത്തെ പറഞ്ഞ റെസ് ജുഡിക്കേറ്റ് ആണത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ മണിക്കൂറുകൾ വാദിച്ചത്. അതേ കാര്യം തന്നെയാണ് ഇവിടെ തിരിച്ചു വരിക.
അത് ഞാൻ പറഞ്ഞത് ഈ ഓർഡിനൻസിന്റെ നിയമപരമായ കാര്യങ്ങളെല്ലാം അത് കോടതി ചർച്ച ചെയ്യാം. അതിനൊന്നും ഒരു കുഴപ്പമില്ല, ആർക്കും ചർച്ച ചെയ്യാവുന്നതേ ഉള്ളൂ. അതൊന്നും പ്രശ്നങ്ങളല്ല. ഇപ്പൊ എന്തായാലും ഓർഡിനൻസ് നിലവിൽ വന്നു, അതിന്റെ പശ്ചാത്തലത്തിൽ നാളെ ഉദ്ഘാടനം നടക്കും. ശരി, ഞാൻ തിരിച്ചു വരാം. തൽക്കാലം അതേ ഉള്ളൂ AIADMKക്ക് പറയാനും സന്തോഷിക്കാനും ഉള്ളത്. അനൂപ് ചന്ദ്രൻ, നാളെ ഒരു ദിവസം ജല്ലിക്കെട്ട് നടക്കും, എന്തൊക്കെ സംഭവിച്ചാലും പനീർശെൽവത്തിനും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾക്കും ഒക്കെ സന്തോഷിക്കാം എന്ന് പറയുമ്പോൾ നിങ്ങളെ ആശങ്കപ്പെടുത്തുന്നത് എന്താണ്? അല്ല, ഇപ്പം ഇതൊരു മൃഗസ്നേഹികളുടെയോ അല്ലെങ്കിൽ ഒരു മൃഗസംരക്ഷണ വകുപ്പിലെ ഓർഗനൈസേഷൻ്റെയോ പ്രശ്നം എന്നുള്ള നിലയിലല്ലാതെ ആസ് എ കോമൺ സിറ്റിസൺ പറയുകയാണെങ്കിൽ ഇത് ടോട്ടൽ സ്റ്റേറ്റ് ഓഫ് അനാർക്കിയാണ്. ഒരു മാസ് മെൻറ്റാലിറ്റി കൊണ്ട് ഒരു സുപ്രീം കോടതിയുടെ ഒരു വിധിയെ തന്നെ മറികടക്കാൻ വേണ്ടി ജനങ്ങളെ ഒരു ഗവൺമെൻറ് സഹായിക്കുക എന്ന് പറയുന്നത് തന്നെ അത് അല്ലെങ്കിൽ ഒരു ഭീഷണിയുടെ അല്ലെങ്കിൽ ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സിൻ്റെ ഏറ്റവും ക്ലിയർ കട്ട് എവിഡൻസ് ആണ്. അപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു വിധിയെ മറികടക്കാൻ വേണ്ടി ഗവൺമെൻറ് സഹായിക്കുക എന്ന് പറഞ്ഞാൽ 1.3 ബില്യൺ ആൾക്കാരുള്ള ഇന്ത്യയിൽ നാളെ ഒരു ഭൂരിപക്ഷം തീരുമാനിക്കുകയാണ് ഞങ്ങൾക്ക് ഒരു ലോ സ്വീകാര്യമല്ല എന്ന് തീരുമാനിച്ച് അവരതിനെതിരെ പ്രക്ഷോഭം നടത്തിയാൽ അവർ വോട്ട് ബാങ്ക് ആണ് എങ്കിൽ ഡെഫിനറ്റ്ലി ആ ഗവൺമെൻറ് കൂടെ നിൽക്കുക. അപ്പം നമ്മുടെ കൺട്രിയെ റൺ ചെയ്യുന്ന ട്രൈഫോൾഡ് സിസ്റ്റമായ ജുഡീഷ്യറി, ബ്യൂറോക്രസി, പിന്നെ പൊളിറ്റീഷ്യൻസ്, ഇതിൽ ജുഡീഷ്യറി എന്ന് പറയുന്ന സാധനത്തിന് ലിറ്ററലി വാല്യൂ ഇല്ലാതാവുകയാണ് അവിടെ. അപ്പോൾ മൃഗസ്നേഹി എന്നുള്ള ഇത് ആസ്പെക്ട് അവിടെ നിൽക്കെ തന്നെ ആസ് എ സിറ്റിസൺ ഇതൊരു ടോട്ടൽ സ്റ്റേറ്റ് ഓഫ് ലോലെസ്നെസ് ആണ്. മൃഗസ്നേഹി എന്ന നിലയ്ക്ക് ഞങ്ങൾ ആദ്യം പറഞ്ഞ നിയമത്തിൽ നിങ്ങളുടെ സഹോദര സംഘടനയോ അതായത് പെറ്റ പോലെയുള്ള സംഘടനയോ ഒക്കെയാണ് ഒരു ഭാഗത്ത് നിൽക്കുന്നത്. അവർ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ കോടതിയിലേക്ക് പോകും എന്ന് ഇതിനകം തന്നെ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ആ നിലയ്ക്ക് നിങ്ങൾ അതിന് പിന്തുണ നൽകുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? നിങ്ങൾക്ക് എവിടെയാണ് ആ കാര്യത്തിൽ ഒരു വിജയപ്രതീക്ഷയുള്ളത്? കാരണം ജനക്കൂട്ടം ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പോഴും. അല്ല, ഇപ്പം ഞങ്ങൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പം നമ്മൾ കഴിഞ്ഞ ചർച്ചയിലും ചർച്ച ചെയ്ത അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്. ആ മൃഗത്തിനെ അബ്യൂസ് ചെയ്യുന്നത് എന്ത് സാംസ്കാരികപരമായ പ്രാധാന്യം നിലനിർത്താനാണ്? ഇവർ പറയുന്ന ഇപ്പം ഇൻഡിജിനസ് ആയിട്ടുള്ള ബ്രീഡ്സിനെ സംരക്ഷിക്കാനാണെങ്കിലോ ഈ ഫാമേഴ്സിനെ രക്ഷിക്കാനാണെങ്കിലോ അവിടെ കൂടിയിരിക്കുന്ന ഇത്രയും പ്രൊട്ടസ്റ്റേഴ്സിൻ്റെ നിന്ന് 100 രൂപ വെച്ച് പിരിച്ചാൽ പോലും ആ കർഷകർക്ക് എല്ലാവർക്കും വർഷം മുഴുവൻ സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള കാശ് പിരിഞ്ഞ് കിട്ടും. അപ്പോൾ അതൊന്നും അല്ല അവിടുത്തെ പ്രധാന വിഷയം. അവിടുത്തെ പ്രധാന വിഷയം ഇപ്പോൾ എത്രയോ സാംസ്കാരികപരമായ കാര്യങ്ങൾ അന്യം നിന്ന് പോയി, എത്രയോ വില്ലൊടിച്ചാൻ പാട്ട് ഇതുപോലെ എത്രയോ കാര്യങ്ങൾ പോയി. അന്നൊന്നും ഇതിന് ഒരു മതവികാരമോ ആരും മുന്നോട്ട് വന്ന് അവരെ സംരക്ഷിക്കുകയോ ഒന്നും വേണ്ട. ബാർ അടച്ചു പൂട്ടിയപ്പോൾ ബാർ തൊഴിലാളികളെ പറ്റി ആരെങ്കിലും ചിന്തിച്ചോ? ഇത്ര വളരെ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ പോലും നിൽക്കെ ഇതിനൊരു ദേശീയവാദവും എല്ലാം കൊണ്ടുവന്ന് ഇതിനൊരു ഭയങ്കരമായിട്ട് സെൻസേഷണലൈസ് ചെയ്ത് ഞങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യമേ ഉള്ളൂ. ജല്ലിക്കെട്ട് എന്ന ഒരു സാധനം അത് നിർത്താതെ തന്നെ അത് നിർത്തിക്കൊണ്ട് തന്നെ അത് നിർത്തലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് കാളകളെ സ്നേഹിച്ചുകൂടെ? ശ്രീ അനൂപ് ചന്ദ്രൻ, മറ്റൊരു ചോദ്യം കൂടി നിങ്ങളുടെ പക്ഷത്തേക്ക് ഉയരുന്നുണ്ട്. നിങ്ങൾ പരാതിപ്പെടുന്ന കാര്യങ്ങൾക്ക് ഒരു നിയന്ത്രണം കൊണ്ടുവന്നുകൊണ്ട് ഈ മൃഗത്തെ ഉപദ്രവിക്കാതെ അതിൽ ഒരു ജാഗ്രത പുലർത്തിക്കൊണ്ട് ആ ആഘോഷം നടത്തിക്കൂടെ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. ഇതിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇതിനെപ്പറ്റിയുള്ള വിശദീകരണം കണ്ടതെന്ന് പറഞ്ഞാൽ ഈ മൃഗത്തിന് കുളത്തിലോ കായലിലോ കൊണ്ടുപോയി നീന്താനുള്ള ട്രെയിനിങ്ങും വളരെ ബേസിക് ആയിട്ടുള്ള ട്രെയിനിങ്ങും മാത്രമേ കൊടുക്കുന്നുള്ളൂ. നിയന്ത്രണം വരികയാണെങ്കിൽ മൃഗം ഇപ്പോൾ ഒരു സ്റ്റാർട്ട് ലൈനിൻ്റെ അവിടെ നിന്നിട്ട് ഫിനിഷ് ലൈനിൽ ഉടമസ്ഥൻ നിൽക്കുന്നു. ഉടമസ്ഥൻ കൈഞ്ഞൊടിച്ച് വിളിച്ചാൽ ഈ കാള അങ്ങോട്ട് ഓടും. ഇതാണ് ഇവർ പ്രപ്പോസ് ചെയ്തേക്കുന്ന രീതി. ഇതാണ് രീതി. ഇതിൽ ചിലർ എന്തൊക്കെയോ ഇടപെട്ട് വാലിൽ കടിക്കുകയും മുളക് തേക്കുകയും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ കാള പട്ടിയോ പൂച്ചയോ അല്ല കഴിഞ്ഞൊടിച്ചാൽ അതിന് അടുത്തോട്ട് ചെല്ലാൻ. അപ്പോൾ അതിനെ ആ രീതിയിൽ കൊണ്ടുവരാനാണെങ്കിലും അതിന് വളരെ റിഗറസ് ആയിട്ടുള്ള ട്രെയിനിങ് വേണം. അതെങ്ങനെ ആ ട്രെയിനിങ് കൊടുക്കുന്നു? അതിനെ ഉപദ്രവിച്ചിട്ടാണോ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണോ? ഒരു കാളയും ഇന്നേ വരെ പറഞ്ഞു ഈവൻ നമ്മൾ നിലമുഴാൻ പോകുമ്പോൾ തന്നെ കാളയെ അടിച്ചാണ് നിലമൊഴിക്കുന്നത്. അത്ര ബേസിക് ആയിട്ട് നടക്കുക എന്നൊരു കമാൻഡ് പോലും കാള അടിയോടുകൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ കാളയെടുത്ത് കഴിഞ്ഞൊടിച്ചാൽ അത് അങ്ങോട്ട് ഓടി വരുമെന്ന് പറയുന്നത് എത്ര മറുപടിക്ക് ഒരു വരി ഇതുവരെ കുതിരയെ ഓടാൻ പഠിപ്പിച്ച SMS അയച്ചിട്ടല്ലോ. ഇല്ല, അടിച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. അടിച്ചിട്ട് അതിന് വിപ്പുണ്ട്. അത് അടിച്ചിട്ടാണ് പഠിക്കുന്നത്. രീതികളുണ്ട്. 364 ദിവസം കാളയെ സ്നേഹിക്കുന്ന ആ തമിഴ് ജനത ഒരു ദിവസം ഒരു സ്പോർട്ടിന് വേണ്ടി മാറ്റിവെക്കുന്നു. ആ സ്പോർട്ടിന്റെ കാര്യത്തിൽ ചെറിയ പ്രശ്നങ്ങൾ അത് കാളയ്ക്ക് സ്പോർട്ട് അല്ലല്ലോ. അത് കാളയുടെ സംസ്കാരം അല്ലല്ലോ. കാളയ്ക്ക് സ്പോർട്ട് അല്ലല്ലോ. കാള നമ്മുടെ സംസ്കൃതിയുടെ ഭാഗമാണ്. കാളകളെ കുറിച്ച് ഇത്ര വേവലാതിപ്പെടേണ്ട. കാളകൾ ആരും ഇവരോടൊന്ന് പരാതിപ്പെടുന്നില്ല. മനുഷ്യർ രാഹുൽ ഈശ്വർ പറഞ്ഞു കഴിഞ്ഞു. ശ്രീ അനൂപ് ചന്ദ്രൻ പറഞ്ഞതിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് കാള
ഈ സംസ്കാരത്തെക്കുറിച്ചൊന്നും പഠിച്ചിട്ട് വന്നിട്ടില്ല, കാളയ്ക്ക് ഈ സംസ്കാരമില്ല, കാളയുടെ സംസ്കാരത്തിൽ കാള നിങ്ങളെ കൂട്ടിയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല, നിങ്ങളുടെ സംസ്കാരത്തിൽ നിങ്ങൾ കാളയെ വെച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, അത് അവിടെ നിൽക്കട്ടെ, ഞാനിപ്പോൾ അതിൻ്റെ ഭാഗമല്ല. പക്ഷെ ഒരു കാര്യം, വലിയ അപകടകരമായ ഒരു കാര്യമുണ്ടല്ലോ ശ്രീ രാഹുൽ ഈശ്വർ, ഈ പറയുന്ന കാര്യം നിങ്ങൾ നടത്തിക്കൊള്ളൂ, നിങ്ങൾ ഈ കാളയെ വേണമെങ്കിൽ പീഡിപ്പിച്ചോളൂ എന്ന് തൽക്കാലത്തെ ചർച്ചയ്ക്ക് വേണ്ടി ഞാൻ സമ്മതിക്കാം. നിങ്ങൾ പീഡിപ്പിച്ച് ഇത്രയും 3000 കൊല്ലം പീഡിപ്പിച്ചല്ലോ, ഇനി ഒരു കുറച്ചുകൂടെ കാലം നിങ്ങൾ പീഡിപ്പിച്ചോളൂ. പക്ഷെ ഇവിടെ ഒരു ഭരണഘടനയും നിയമവും ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, അതിനനുസരിച്ചല്ലേ നിങ്ങൾ പോകേണ്ടത്, അതിൽ മാറ്റം വരുത്തി നിങ്ങൾ പീഡിപ്പിക്കും. അല്ല, 4000 വർഷത്തോളമായി കാളയെ സ്നേഹിക്കുകയാണ്, ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട് എന്ന അഡ്മിഷനോട് കൂടിയാണ് പോകുന്നത്. അത് പരിഹരിക്കാൻ, ഉദാഹരണം വാലിൽ കടിക്കുന്ന പോലത്തുള്ള രീതികൾ മാറ്റാൻ, അല്ലെങ്കിൽ കൊമ്പിൽ പിടിക്കുന്നത് മാറ്റാൻ, കുറെ കൂടെ ഫ്രണ്ട്ലി ആയി ഇതെങ്ങനെ നടത്താം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അത് കൊണ്ടുവന്ന് തെളിയിച്ചതിന് ശേഷമാണ് ഇത് നടത്തുന്നത്. നാളെ സംഭവിക്കും, എല്ലാ ചാനലുകൾക്കും കാണാം. ഞാൻ ഇന്നും കൂടെ തമിഴ്നാട്ടിൽ അതല്ല ചെയ്യേണ്ടത് ശ്രീ രാഹുൽ ഈശ്വർ, നാളെ ചാനലിലൂടെ കാണിക്കുകയല്ല വേണ്ടത്. നിങ്ങൾ നിയമത്തിന്റെ കാര്യത്തിൽ ആ കാര്യം ഉറപ്പുവരുത്തി നിയമപരമായി സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തി ജസ്റ്റിസ് ദീപക് മിശ്രയിൽ നിന്നൊരു അനുകൂല വിധി വാങ്ങി, അല്ലെങ്കിൽ അദ്ദേഹം അല്ലെങ്കിൽ വേറൊരാൾ അദ്ദേഹത്തിൽ നിന്നൊരു വിധി വാങ്ങി നിങ്ങൾ നടത്തിയിരുന്നുവെങ്കിൽ അന്തസ്സായി ഇന്ത്യൻ ഭരണഘടന പറയുന്ന രീതിയിൽ നിങ്ങളോടൊപ്പം ജനതയുണ്ടാകുമായിരുന്നു. അല്ല, ജനത ഇപ്പോൾ ഞങ്ങളുടെ കൂടെ, നിങ്ങളുടെ ഏത് ജനത അങ്ങനെയാണെങ്കിൽ അതാണ് അടുത്ത അപകടം. അതാണ് നേരത്തെ അനൂപ് ചന്ദ്രൻ ചൂണ്ടിക്കാട്ടിയ മറ്റൊരു കാര്യം. നാളെ നിങ്ങൾ പറയുകയാണ് ഈ രാജ്യത്തിൽ ഇതാ ജനങ്ങളെല്ലാം വന്ന് മറീന ബീച്ചിൽ നിൽക്കുന്നു, ഈ രാജ്യത്തെ ഉത്തർപ്രദേശ് മുതൽ അല്ലെങ്കിൽ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഒരു വിഭാഗം ജനകോടികൾ വന്ന് ഇതാ മറീന ബീച്ചിൽ നിൽക്കുകയാണ്, നമുക്ക് ഇവിടെയൊക്കെ അങ്ങ് ഒരേ നിയമമാക്കി കളയാം, ഒരു യൂണിഫോം സിവിൽ കോഡ് ഇപ്പൊ അങ്ങ് നടപ്പിലാക്കി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് തന്നെയല്ലേ ചെയ്യുക? അല്ല, ഇതൊരു സ്കെയർ റിട്ടറിക് ആണ്. അതായത് നമുക്ക് ഒരുപാട് ചെക്സ് ആൻഡ് ബാലൻസ് ഉണ്ട്. പിന്നെ 30 സെക്കൻഡ് എടുത്ത് കുറെ കൂടെ സത്യസന്ധമായ വിഷയം കണ്ടാൽ, അതായത് നമ്മുടെ ജുഡീഷ്യറിയിൽ നമ്മൾ പലപ്പോഴും പറയാത്തൊരു കാര്യമാണ്, നമ്മുടെ ജുഡീഷ്യറിയിലും ഈ കൺസർവേറ്റീവും ലിബറലും എന്ന പൊസിഷൻസ് ഉണ്ട്. ഇപ്പൊ ഇരിക്കുന്ന ജഡ്ജിമാരുടെ പേര് പറയുന്നില്ല. ഇപ്പൊ ഉദാഹരണം മാർക്കണ്ഡേയ കഡ്ജു, പുള്ളി ഒരു ഹാർഡ് ലെഫ്റ്റ് ഇരിക്കുന്ന വ്യക്തിയാണ്. മുമ്പുള്ള ജസ്റ്റിസ് വർമ്മ ഹിന്ദുത്വ ഒരു കാര്യമില്ല, വ്യക്തിപരമായി ജസ്റ്റിസ് നമുക്ക് വിലയിരുത്തേണ്ട കാര്യമില്ല. ആ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്, അവകാശങ്ങളുണ്ട്. അത് ഈ രാജ്യത്തെ ഒരു പൗരനാണെങ്കിൽ ഒരു പൗരൻ, ഞങ്ങൾ എന്ന് പറയുന്ന ഈ ജനത എന്ന് പറയുന്നത് ഞാനുണ്ട്, അനൂപ് ചന്ദ്രനുണ്ട്, അവിടെ മൃഗങ്ങളും ഉണ്ട്, ഇവിടുത്തെ പ്രകൃതിയുമുണ്ട്, മൃഗങ്ങളും പ്രകൃതിയും ഉണ്ട്. അതിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ പറഞ്ഞിട്ടുണ്ട്. അഡ്വക്കേറ്റ് എം ആർ എവിടെയാണ് അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ് ഈ പറയുന്ന ഞങ്ങൾ എന്ന് പറയുന്നവർ മാത്രമാണോ ഇവിടെയുള്ള പ്രകൃതിയും മൃഗങ്ങളും ഒക്കെ വരുന്ന നമ്മുടെ ആ ഭരണഘടന എവിടെയാണത് പറയുന്നത്? അല്ല, ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞത് ഭരണഘടനയുടെ 25ാം അനുച്ഛേദം അദ്ദേഹം ഇപ്പൊ ഇൻവോക്ക് ചെയ്തിട്ട് ജല്ലിക്കെട്ടിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയുണ്ടായി. എൻ്റെ പ്രിയ സുഹൃത്തിനോട് ഞാൻ ശക്തിയായിട്ട് വിയോജിച്ചു കൊള്ളട്ടെ. ആർട്ടിക്കിൾ 25 കൊടുക്കുന്ന മതസ്വാതന്ത്ര്യവും ജല്ലിക്കെട്ടുമായിട്ട് കൂട്ടിക്കെട്ടി ഈ കാണിക്കുന്ന ഈ ഒരു ക്രൂരതയെ ന്യായീകരിക്കാൻ ദയവായി ശ്രമിക്കരുത്. ഭരണഘടനയുടെ 48ാം അനുച്ഛേദത്തിൽ ആനിമൽ ഹസ്ബൻഡറി പ്രൊമോട്ട് ചെയ്യുവാനും അതുപോലെ തന്നെ ബുൾസിനെയും ബുള്ളക്കിനെയും പോലെയുള്ള മിൽച്ച് ബ്രീഡുകളെ പ്രൊട്ടക്ട് ചെയ്യുവാനുള്ള ഒരു ഭരണഘടനാപരമായിട്ടുള്ള കർത്തവ്യം സംസ്ഥാന ഗവൺമെന്റിലും സെൻട്രൽ ഗവൺമെന്റിനും ഉണ്ട്. അതുപോലെ തന്നെ ഇതൊരു മൗലികമായ ഡ്യൂട്ടിയാണ്. ഈ ശ്രീ രാഹുൽ ഈശ്വർ തീർച്ചയായിട്ടും നാഷണൽ ആന്തം തിയേറ്ററിൽ ചൊല്ലുന്നതിനെ ന്യായീകരിക്കുന്നുണ്ടാവും. അതുപോലെ അതായത് അത് മൗലികമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയാണ്, കടമയാണെന്ന് കാണുന്ന അദ്ദേഹം തന്നെ മറന്നുപോയ ഭരണഘടനയുടെ 51 AG പ്രകാരം ജീവിക്കുന്ന സഹജീവികളോട്, അതായത് ലിവിങ് ക്രീച്ചേഴ്സിനോട് കമ്പാഷൻ വേണമെന്ന് ഭരണഘടന തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ നാഷണൽ ആന്തം ചൊല്ലുവാൻ വേണ്ടി നിർബന്ധിക്കുന്ന സമയത്ത് അതേ സമയത്ത് തന്നെ നാം പറയുകയാണ് കമ്പാഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റിക്വയർമെന്റ് അല്ല, അത് നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ ജല്ലിക്കെട്ടിനെയും മതസ്വാതന്ത്ര്യത്തിനെയും കൂടെ നാം കൂട്ടിക്കുഴയ്ക്കേണ്ടെന്ന കാര്യമില്ല. പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽ ആക്ട് 1958 പ്രകാരം പാർലമെന്റ് ആണ്, അതായത് രാജ്യത്തെ പരമോന്നത ലെജിസ്ലേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ശരിക്ക് ആനിമൽസിന്റെ റൈറ്റ്സും ക്രൂവൽറ്റിയിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാനുള്ള അവരുടെ മൗലികമായ അവകാശവും റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ സെക്ഷൻ 11 പ്രകാരം വേരിയസ് ടൈപ്സ് ഓഫ് ക്രൂവൽറ്റി അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒരൊറ്റ ചോദ്യം, ആർട്ടിക്കിൾ 25 എന്ന ഫണ്ടമെന്റൽ റൈറ്റിനാണോ വെയിറ്റ് കൂടുതൽ, ആർട്ടിക്കിൾ 48 എന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പളിനാണോ വെയിറ്റ് കൂടുതൽ?
ഇതെല്ലാം മാനിച്ചിരുന്നു എങ്കിൽ ഞാൻ ഇത് ചോദിക്കില്ലായിരുന്നു ശ്രീ രാഹുൽ ഈശ്വർ. എന്റെ പ്രിയ സുഹൃത്തേ, ആർട്ടിക്കിൾ 25 ജല്ലിക്കട്ടിൽ ആപ്ലിക്കബിൾ അല്ല. സുപ്രീം കോടതി തന്നെ 2014 ജഡ്ജ്മെന്റിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് മതമില്ല, ഇതിനകത്ത് സംസ്കാരമില്ല, ഇതിനകത്തുള്ളത് ക്രൂരത മാത്രമാണ്. അദ്ദേഹത്തിന്റെ വ്യാഖ്യാനമാണ്. യാതൊരു റിലീജിയസ് ഡയമെൻഷനും ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, എന്താണ് പശുവിന്റെ വാലിലെ 20 സോഫ്റ്റ് ബോൺസ് ആണ് 2014 ജഡ്ജ്മെന്റിൽ പറയുന്നുണ്ട്. 20 സോഫ്റ്റ് ബോൺസ് ഉള്ള ആ വാല് ക്രിപ്പിൾ ചെയ്തിട്ട് ആ വാലിൽ എന്നേക്കുമായിട്ട് നിലനിൽക്കുന്ന രീതിയിലുള്ള പെയിൻ ഇൻഫ്ലിക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചെവിയുടെ 80% മ്യൂട്ടിലേറ്റ് ചെയ്യുക. ശരീരത്തിലെ ഓരോ ഓർഗനും ജനനേന്ദ്രിയം ഉൾപ്പെടെ മ്യൂട്ടിലേറ്റ് ചെയ്തതിന് ശേഷം അങ്ങനെ ഒരു ഫ്ലൈറ്റ് റെസ്പോൺസ് പശുവിൽ കൊളയിൽ ഉണ്ടാക്കി അങ്ങനെ പ്രൊവോക്ക് ചെയ്തിട്ട് ജീവൻ മരണ വേദനയോടുകൂടി അത് ഓടുന്ന സമയത്ത് അതിനെ ഡിഫീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിനകത്തൊക്കെ ഏത് രീതിയിലാണ് ഞാൻ ആദ്യമായി കേൾക്കുകയാണ് ഈ പറഞ്ഞ രീതിയിലൊക്കെയാണ് ഈ കാളയെ നിങ്ങൾ ഉപദ്രവിച്ചതെങ്കിൽ പാവം പശുവിന് നിങ്ങൾ കൊടുക്കുന്ന കാരുണ്യം എന്തുകൊണ്ട് ഈ മതത്തിന്റെ പേരിൽ 25-ാം അനുച്ഛേദം പറയുന്ന നിങ്ങൾ കാളയ്ക്ക് ഇത് എന്തുകൊണ്ട് അനുവദിച്ചു കൊടുക്കുന്നില്ല? 364 ദിവസമുണ്ട്. പക്ഷേ ഈ ജല്ലിക്കെട്ട് ദിവസത്തിൽ അശാസ്ത്രീയമായ കുറെ കാര്യങ്ങൾ ചേരുന്നു. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ മാത്രമല്ല, നോസ്ട്രലിൽ ഈ പെട്ടെന്നുള്ള ഒരു വലിയ കാരണം ഭയങ്കരമായി ഉള്ളിൽ നോസ്ട്രലിൽ പെയിൻ ഒക്കെ കാളയ്ക്ക് ഉണ്ടാവുന്നുണ്ട്. ഒരുപാട് തെറ്റുകൾ ഈ വിഷയത്തിൽ പറ്റിയിട്ടുണ്ട്. പക്ഷേ ആ തെറ്റുകൾ പരിഹരിക്കാൻ പറയുന്നതിന് പകരം ശനിയാഴ്ച വൈകുന്നേരം ഓർഡിനൻസ് ഇറക്കി ഞായറാഴ്ച ജല്ലിക്കെട്ട് നടത്തിക്കൊണ്ടല്ല നിയമത്തിന്റെ മേൽ വിജയം കാണിക്കേണ്ടത്, ജനാധിപത്യ വിജയം കാണിക്കേണ്ടത്. അഡ്വക്കേറ്റ് ശ്രീനിവാസൻ വേണുഗോപാൽ, അവിടെയാണ് നിങ്ങൾക്ക് ഇന്ന് വിജയിക്കാം, നാളെ നിങ്ങൾക്ക് ഉദ്ഘാടനം ചെയ്യാം ജല്ലിക്കെട്ട്. തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഇത് വീണ്ടും പിറകോട്ട് പോകുമ്പോൾ ഇന്ന് മെറീന ബീച്ചിൽ ചിലർ നിങ്ങളോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഇതൊരു ശാശ്വത പരിഹാരമല്ലല്ലോ, ഞങ്ങൾക്ക് അതെപ്പോഴാണ് ലഭിക്കുക എന്ന ചോദ്യം അന്ന് ഉയരുമ്പോൾ നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യും? അഡ്വക്കേറ്റ് ശ്രീനിവാസൻ വേണുഗോപാൽ. അഡ്വക്കേറ്റ് വേണുഗോപാൽ താങ്കൾക്ക് കേൾക്കാമോ? അദ്ദേഹത്തിലേക്ക് തിരിച്ചു വരാം. ഇതേ ചോദ്യം രാഹുൽ ഈശ്വറിനോട്. അല്ലെ, ക്ലിയർ ആയിട്ട് ഒരു പൊസിഷൻ പറയാം. ആ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ജല്ലിക്കെട്ട് ലവേഴ്സ് മാത്രമല്ല, ആർട്ടിക്കിൾ 25 സപ്പോർട്ട് ചെയ്യുന്നവരല്ല, ഞങ്ങളടക്കം ഒരു പക്ഷേ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ഭാഗമായ എല്ലാവരും നിൽക്കുന്ന പൊസിഷൻ ഇതാണ്. ഈ പൊസിഷനെ നിങ്ങൾക്ക് ഡിസ്പ്യൂട്ട് ചെയ്യാം. പക്ഷേ എടുക്കാൻ പോകുന്ന പൊസിഷൻ ഒരു തരത്തിലുള്ള ക്രൂവലിറ്റി ഇല്ലാത്ത രീതിയിൽ ജല്ലിക്കെട്ട് നാളെ നടത്തി കാണിക്കുന്നു. നാളെ നടത്തി കാണിച്ചതിന് ശേഷം മൺഡേയോ ട്യൂസ്ഡേയോ പീറ്റ വീണ്ടും സുപ്രീം കോടതിയിലേക്ക് പോകും. മറ്റൊരു ബെഞ്ചിലേക്ക് ശക്തമായി റഫർ ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട്. ജസ്റ്റിസ് ദീപക് മിശ്രയുടെ ബെഞ്ചിൽ നിന്ന് ഒരു പൊസിഷൻ മാറാൻ തീരുന്നില്ല. രാഹുൽ ഈശ്വർ, ജല്ലിക്കെട്ട് നന്നായി നടത്തിയാൽ മതി. ജല്ലിക്കെട്ട് നന്നായി നടത്തിയാൽ പ്രശ്നം തീരില്ല. നിങ്ങൾ ഭരണഘടനയെ അവഹേളിച്ചുകൊണ്ട് സുപ്രീം കോടതി വിധിയെ എവിടെയൊക്കെ നിർത്തിക്കൊണ്ട് ഇതാ ഈ കുറുക്ക് വഴിയിലൂടെ ശനിയാഴ്ച വൈകുന്നേരം ഉണ്ടാക്കിയെടുത്ത് ഞായറാഴ്ച നടത്തുന്ന പരിപാടി എന്ന് പറയുന്നതാണ്. കളിയാണ്. അതിന് നിങ്ങളോടൊപ്പം ആർട്ടിക്കിൾ 25 എന്ന് പറയുന്ന ഒരു അനുച്ഛേദം ഇതിനകത്തേക്ക് നിങ്ങൾ എങ്ങനെ കൊണ്ടുവന്നു എന്ന ചോദ്യമാണ്. മതത്തിന്റെ പേരിലുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള കാര്യം എങ്ങനെയാണ് ഇവിടെ ഒരു മതത്തിന്റെയും പേരിൽ നടത്താത്ത ജല്ലിക്കെട്ട് എന്ന് പറയുന്നത്? എന്നാൽ ജാതിപരമായി ഒരു പ്രത്യേക സമുദായം ഇതിനെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളുടെ പോലും വോട്ടിനെ നിങ്ങളെന്ന് പറയുന്നത് നിങ്ങൾ ആരെ പിന്തുണയ്ക്കുന്നു അവരുടെ വോട്ടിനെ ബാധിക്കുന്നതാണ്. രണ്ട് കാര്യങ്ങളാണ്. ഒളിച്ചുകളിയെന്നല്ല, കറക്റ്റ് വാക്ക് ശ്രീ അഭിലാഷ് പറഞ്ഞാണ്, സർക്കമെന്റ് ചെയ്തതാണ്. ഇത് കുറെ കാലത്തേക്കെങ്കിലും ഒരുപക്ഷെ ഷാബാനോ കേസ് പോലെ ഇതൊരു ജുഡീഷ്യൽ സർക്കിൾസിൽ തർക്കങ്ങൾ തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരർത്ഥത്തിൽ സുപ്രീം കോടതി ഈ പ്രശ്നം ഉണ്ടാക്കിയത് ജുഡീഷ്യൽ ഓവർ റീച്ച് എന്ന പ്രശ്നമാണ്. അവിടെ നമ്മൾ തമ്മിൽ വ്യത്യാസമുള്ളൂ. ജുഡീഷ്യൽ ഓവർ റീച്ച് ആണിത്. അതിലേക്ക് വരാം. അതിനു മുമ്പ് അഡ്വക്കേറ്റ് ശ്രീനിവാസൻ വേണുഗോപാൽ ലൈനിൽ വന്നിട്ടുണ്ട്. അഡ്വക്കേറ്റ് ശ്രീനിവാസൻ വേണുഗോപാൽ, ഇന്ന് നിങ്ങൾ വിജയിച്ചിരിക്കുന്നു, നാളെ നിങ്ങൾക്ക് ഉദ്ഘാടനം ചെയ്യാം, ജനങ്ങളുടെ കയ്യടി വാങ്ങാം. തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഇത് പിന്നോട്ട് പോകുമ്പോൾ ജനങ്ങൾ ചോദിക്കില്ലേ, ഇത് സ്ഥിരമായി ഞങ്ങൾക്ക് എപ്പോഴാണ്, നിങ്ങൾ എങ്ങനെയാണ് നേടിത്തരിക? ഈ ഓർഡിനൻസ് അല്ലല്ലോ അതിന് വേണ്ടത് എന്ന്. എന്ത് പരിഹാരമാണ് നിങ്ങൾ കണ്ടുവച്ചിരിക്കുന്നത്?
ഇല്ല, ഈ ഓർഡിനൻസ് എന്ന് പറഞ്ഞ ഭരണഘടനാപരമായ ഒരു പ്രൊവിഷൻ തന്നെയാണ്. ഈ ഓർഡിനൻസിന്റെ ആകെ കാലാവധി നിയമപരമായി 6 മാസമേ ഉള്ളൂ. അതിന് മുമ്പ് തന്നെ അടുത്ത അസംബ്ലിയിൽ, തമിഴ്നാട് അസംബ്ലിയിൽ ഇതിന് നിയമം കൊണ്ടുവരും, അത് സ്റ്റാറ്റ്യൂട്ടാക്കി മാറ്റും. അത് കഴിഞ്ഞാൽ അത് ശാശ്വതമായ പരിഹാരം എനിക്കൊരു സംശയം അഡ്വക്കേറ്റ് ശ്രീനിവാസൻ വേണുഗോപാൽ, ഓർഡിനൻസ് നിയമപരമായ ഒരു പരിഹാര മാർഗമാണ് എന്നുള്ളത് സത്യമാണ്. അത് നിയമസഭ കൂടാത്ത സമയങ്ങളിൽ, പാർലമെന്റ് ഇല്ലാത്ത സമയങ്ങളിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു നിയമം ഉണ്ടാക്കണമെങ്കിൽ അത് വേണം. പക്ഷേ സബ് ജുഡീസ് ആയിട്ടുള്ള, നേരത്തെ പറഞ്ഞ റെസ് ജുഡിക്കേറ്റ് ആകാൻ സാധ്യതയുള്ള, മറ്റന്നാൾ വിധി വരാൻ പോകുന്ന ഒരു കാര്യത്തിന്, അല്ലെങ്കിൽ ഇന്നലെ വിധി വരേണ്ട ഒരു കാര്യമായിരുന്നു, കേന്ദ്ര സർക്കാർ നിങ്ങൾക്ക് വേണ്ടി അവിടെ പോയി പറഞ്ഞു ഒരു 4 ദിവസത്തേക്ക് മാറ്റിവെക്കൂ ദയവായി എന്ന് അപേക്ഷിച്ചു കാലിൽ പിടിച്ച്. അതിന്റെ ഫലമായി അത് 5 ദിവസത്തേക്ക് മാറി നിൽക്കുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾക്കറിയാം അവിടെ എന്താണ് സംഭവിക്കുക എന്ന്. അങ്ങനെയുള്ള ഒരു സാവകാശം കൊണ്ട് മാത്രം മറികടക്കേണ്ട നിയമങ്ങൾ ഉണ്ടാക്കേണ്ട ഒരു സംവിധാനമാണോ ഓർഡിനൻസ്? അല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ ഓർഡിനൻസിന്റെ കാലാവധിക്ക് മുമ്പ് തന്നെ അത് അസംബ്ലിയിൽ പുതിയ നിയമം കൊണ്ടുവരും. അല്ലെങ്കിൽ അത് ഇതെനിക്ക് തോന്നുന്നു കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയമാണ്. അത് കേന്ദ്ര ഗവൺമെന്റിന് നിയമം കൊണ്ടുവരാം, സംസ്ഥാന സർക്കാരിന് നിയമം കൊണ്ടുവരാം. എന്ത് തന്നെ ആയാലും സംശയമില്ല അഡ്വക്കേറ്റ് ശ്രീനിവാസൻ വേണുഗോപാൽ. പക്ഷെ സുപ്രീം കോടതി ഒരു തീരുമാനമെടുക്കാൻ വെച്ചിരിക്കുന്ന കാര്യമാണ്. സുപ്രീം കോടതി എടുത്തിട്ടുള്ള ഒരുപാട് തീരുമാനങ്ങൾ സ്റ്റാറ്റ്യൂട്ടിൽ കൂടെ മറികടന്നിട്ടുണ്ട്. അതിനുള്ള പ്രീസിഡന്റ് നമ്മുടെ ഇന്ത്യയിലുണ്ട്. അഡ്വക്കേറ്റ് M.R. അഭിലാഷ്, ഇതുപോലെയുള്ള ഒരു പ്രസിഡന്റ് എങ്ങനെയാണ് താങ്കൾ വിവരിക്കുക? ഈ ഓർഡിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേറ്റന്റ്ലി അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്. ഇപ്പൊ തന്നെ സെൻട്രൽ ഗവൺമെന്റ് ഓർഡിനൻസ് ഇറക്കാൻ വേണ്ടി ഇത് ഷിഫ്റ്റിംഗ് യുവർ റെസ്പോൺസിബിലിറ്റി അല്ലേ നമ്മൾ കണ്ടത്. തമിഴ്നാട്ടിലെ പൊളിറ്റിക്കൽ ക്ലാസ് സെൻട്രൽ ഗവൺമെന്റിനെ സമീപിക്കുന്നു. ഇപ്പൊ സെന്റർ അതിന് തയ്യാറാവില്ല എന്നുള്ള പൂർണ്ണമായ ബോധത്തോടു കൂടി തന്നെ അപ്പം ഉത്തരവാദിത്വം സെന്ററിന്റെ മുകളിൽ ചാർത്താവെന്ന് പറഞ്ഞ് അവിടെ സമീപിക്കുന്നു. ആദ്യം പ്രധാനമന്ത്രി ഒരു പ്രിൻസിപ്പിൾഡ് ആയിട്ടുള്ള സ്റ്റാൻഡാണ് എടുത്തത്. സുപ്രീം കോടതിയുടെ പരിഗണനയിൽ കോടതി 2016 നോട്ടിഫിക്കേഷൻ സ്റ്റേ ചെയ്ത സ്ഥിതിക്ക്, അതുപോലെ തന്നെ വിധി പറയാൻ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഞങ്ങൾ ഓർഡിനൻസ് പ്രൊമൾഗേറ്റ് ചെയ്യുന്ന അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്നുള്ള യാഥാർത്ഥ്യം ആദ്യം പ്രധാനമന്ത്രി അംഗീകരിക്കുകയും പിന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള ആ ഒരു പൊളിറ്റിക്കൽ പ്രഷറിന്, ഒരുപക്ഷെ BJPക്ക് അവിടെ പൊളിറ്റിക്കൽ പ്രോസ്പെക്ട്സ് അവർ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടാകാം, ഭരണഘടനാപരമായ മൂല്യങ്ങളെ അവിടെ സറണ്ടർ ചെയ്തിരിക്കുകയാണ് ചെയ്തത്. 2014-ലും 2015-ലും ജല്ലിക്കെട്ട് നടത്തേണ്ടുന്ന രീതിയിൽ നടത്താൻ കഴിഞ്ഞില്ല. സുപ്രീം കോടതിയുടെ സ്റ്റേ ഉണ്ടായിരുന്നു. 2016 ഇത് എവിടെ നിന്ന് ശൂന്യതയിൽ നിന്ന് ഇങ്ങനെ ഒരു അജിറ്റേഷൻ എറൈസ് ചെയ്യുകയും അങ്ങനെയുള്ള ഒരു അജിറ്റേഷന് വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഭരണഘടനാ മൂല്യങ്ങളെ കാറ്റിൽ പറത്തി സുപ്രീം കോടതിയുടെ ഓർഡറിനെ സർക്കംവെന്റ് ചെയ്യുവാൻ വേണ്ടി ഒരുമിച്ച് നിൽക്കുകയും അതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം. തമിഴ്നാട്ടിലെ ജല്ലിക്കെട്ട് നടത്തുന്നതിന്റെ അല്ല, അവിടുത്തെ ഒരു ആഘോഷത്തിനെതിരായിട്ട് കേരള ജനത നിൽക്കേണ്ട കാര്യമില്ല, മാധ്യമങ്ങൾ അങ്ങനെ പ്രചരിപ്പിക്കേണ്ട കാര്യമില്ല. ഇതിനകത്ത് 2016 തുടക്കത്തിൽ എങ്ങനെയാണ് ഒരു പെട്ടെന്നൊരു പൊട്ടിമുളച്ചത് ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് പോലെ ഇതിലൊരു അജണ്ടയുണ്ട്. ഇതിങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നാളെ നേരത്തെ പറഞ്ഞതുപോലെ കുറെ നിയമങ്ങളൊക്കെ നമുക്ക് നമ്മുടെ അജണ്ടയ്ക്ക് അനുസരിച്ച് നടപ്പിലാക്കാൻ, ഓർഡിനൻസുകൾ ഇറക്കാനൊക്കെ പറ്റും. അതിനുള്ളൊരു വളം ഇട്ടുവെക്കുകയാണ്. ശബരിമലയിലെ കേസ് ഒന്ന്, രണ്ടാമത്തത് യൂണിഫോം സിവിൽ കോഡ്, രണ്ടാമത്തത് ഏതാണ് എലിഫന്റ്, ആനകളുടെ അമ്പലത്തിലെ. അല്ല, 2 കാര്യങ്ങളാണ് ഇത്. ഒന്ന്, എനിക്ക് വേണമെങ്കിൽ പഞ്ചസാരയിൽ പൊതിഞ്ഞ് ഓർഡിനൻസ് ആണെന്നും ഇത് വീണ്ടും നിലനിൽക്കുമെന്നും വേണമെങ്കിൽ ചോദ്യം ചോദിച്ചോട്ടെ എന്ന് പറയാം. അങ്ങനെയല്ല, ഇതിനൊരു അജണ്ടയുണ്ട്. ആ അജണ്ട പോസിറ്റീവ് ആണെന്നാണ് എനിക്ക് അഭിപ്രായം. ശ്രീ അഭിലാഷിക്ക് നെഗറ്റീവ് ആണ് അഭിപ്രായം. ആ അജണ്ട വലതുപക്ഷക്കാർക്ക് അതൊരു പോസിറ്റീവ് ആണ്. അത് അങ്ങനെ തന്നെയാണ്, അതൊരു പോസിറ്റീവ് അജണ്ടയാണ്. കാര്യം ഹിന്ദു റൈറ്റ് വിങ്ങിന്റെ ഫുൾ ഫോഴ്സ് എടുത്തിട്ടാണ്. അതായത് ശ്രീ മോദിജി അദ്ദേഹം പറഞ്ഞ പോലെ ആദ്യം റിലക്റ്റന്റ് ആയിരുന്നു ഇങ്ങനെ ഒരു ഓർഡിനൻസിന്റെ കാര്യം സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവരില്ല എന്ന് പറഞ്ഞു. അതായത് മുസ്ലിം സമുദായത്തിന് ഒരു പ്രശ്നം വന്നപ്പോൾ രാജീവ് ഗാന്ധി സർക്കാർ ഷാബാൻ അവകാശിൽ ഇടപെട്ടതുപോലെ മോദി ഗവൺമെന്റിന് പിന്നെ ഒരുപാട് കാലത്തേക്ക് ചീത്ത കേൾക്കാൻ താല്പര്യമില്ല. അങ്ങനെയാണ് മുകുൾ റോഹ്തഗി ഇത് കൺകറന്റ് ലിസ്റ്റ് ആണ്, അല്ല സ്റ്റേറ്റിന്റെ ലിസ്റ്റ് ആണ്, സ്പോർട്സിന്റെ ഗണത്തിൽ ഉൾപ്പെടുത്തിയാൽ മതി എന്നൊരു സമവായം കൊണ്ടുവരുന്നത്. സുപ്രീം കോടതിയിൽ ദീപക് മിശ്രയോട് ആദ്യമേ ചെന്ന് പറയുകയും നിങ്ങൾ ഒരാഴ്ചത്തേക്ക് നരേന്ദ്രമോദി ഇതിനകത്ത് വളരെ ബുദ്ധിപൂർവ്വം തന്നെയാണ് അന്ന് പറഞ്ഞത് ഞങ്ങൾ ഇതിനകത്ത് ഇടപെടുന്നില്ല, സ്റ്റേറ്റിന്റെ ആയിക്കോളൂ എന്ന് പറയുന്നത്. കാരണം ദീപക് മിശ്ര എങ്ങാനും വാ പൊളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റിസ് പറയുകയാണ് കേന്ദ്ര സർക്കാർ ഈ ചെയ്തത് തെറ്റാണ്, ഇങ്ങനെ പാടില്ല എന്ന് ഒരു പരാമർശം വന്നാൽ പിന്നെ നരേന്ദ്രമോദിക്ക് വലിയ കഷ്ടതയുണ്ടാകും. ഇപ്പോൾ പനീർശെൽവം അനുഭവിക്കട്ടെ, ഇതാണ് വിചാരിച്ചത്. അല്ല, ഇതൊരു ജെനുവിൻ കോൺഫ്രണ്ടേഷൻ ആണ്. നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ഇതൊരു, അതായത് വിൽ ഓഫ് ദി പീപ്പിൾ എന്ന് ഞങ്ങൾ വിളിക്കുന്ന കാര്യവും കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂ എന്ന് ശ്രീ അഭിലാഷ് വിളിക്കുന്ന കാര്യങ്ങളും തമ്മിലുള്ള ജെനുവിൻ കോൺഫ്രണ്ടേഷൻ. അതാണ് എന്റെ ചോദ്യം. നാളെ എല്ലാ ആളുകളും വന്ന് മറീന ബീച്ചിൽ വന്ന് നിന്ന് അതിന് ഉത്തരവാദികൾ ഞങ്ങളല്ല. അത് വിൽ ഓഫ് ദി പീപ്പിൾ ഉത്തരവാദികൾ ഞങ്ങളല്ല.
കോൺസ്റ്റിറ്റ്യൂഷന്റെ ഓവർ റീച്ച് ആണ്, ഈ ജുഡീഷ്യൽ ഓവർ റീച്ച്. ആ കാര്യം താങ്കൾ കുറെ നേരമായി പറയുന്നുണ്ട്. അത് നമ്മൾ ഈ അടുത്ത ഘട്ടത്തിലാണ് ഞാൻ അതെടുക്കാം. അത് ശ്രീ അനൂപ് ചന്ദ്രൻ, നിങ്ങളെപ്പോലെയുള്ള വലതുപക്ഷമല്ലാത്ത പാവം ഇടതുപക്ഷക്കാരായ മൃഗസ്നേഹികൾക്ക് എന്നാണല്ലോ പറയേണ്ടത്. അങ്ങനെയുള്ള പാവം മൃഗങ്ങളൊക്കെ ഇടതുപക്ഷത്താണ് വരിക എന്ന് ഞാൻ കരുതുന്നത്. ഇതിനകത്ത് വലതുപക്ഷത്ത് ഇല്ല അവർ. അങ്ങനെയുള്ള ആളുകൾക്ക് എങ്ങനെയാണ് ഒരു ഇനിയുള്ള മുന്നോട്ട് പോകും? ഇങ്ങനെയാണ് ഓർഡിനൻസ് വരുന്നതെങ്കിൽ, ഇങ്ങനെയാണ് നിയമം വരുന്നതെങ്കിൽ, ഇങ്ങനെയാണ് 1960 മുതൽ അല്ലെങ്കിൽ 58 മുതൽ ശ്രീ അഡ്വക്കേറ്റ് MR അഭിലാഷ് പറഞ്ഞതുപോലെയുള്ള നിയമങ്ങളൊക്കെ ഈ ഒരു 50 വർഷം കഴിയുമ്പോൾ ഇങ്ങനെ മറികടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഈ സ്നേഹമൊക്കെ മാറ്റിവെച്ച് നിങ്ങളും വലതുപക്ഷത്തേക്ക് പോകുമോ? ആദ്യമായിട്ട് ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഈ മൃഗസ്നേഹികളൊക്കെ ലിബറൽസോ ഇടതുപക്ഷക്കാരോ ആണെന്ന് എങ്ങനെ ഒരു പ്രതിച്ഛായ ഉണ്ടായി എന്ന് എനിക്കറിയില്ല. ഞാൻ സത്യം പറഞ്ഞാൽ വലതുപക്ഷത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ എൻ്റെ മതത്തിലും എല്ലാം വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ അനിമൽ അബ്യൂസ് എൻ്റെ മതത്തിൻ്റെ ഭാഗമല്ല എന്ന് വ്യക്തമായ ധാരണ എനിക്കുണ്ട്. കാരണം ഹിന്ദു ധർമ്മം പറയുന്നത് ഓൾ ലിവിങ് ബീയിങ്സ് ആർ ബീയിങ്സ് വിത്ത് സോൾസ്, എല്ലാത്തിനും ആത്മാവുള്ളതാണ്, എല്ലാത്തിനും ദൈവിക പരാമർശങ്ങളും ഓരോന്നിനെ ദൈവമായിട്ടും ദൈവത്തിൻ്റെ വാഹനമായിട്ടും ദൈവത്തിൻ്റെ പ്രതീകാത്മകമായ രൂപങ്ങളായിട്ടും കൺസിഡർ ചെയ്യുന്ന മതത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ഒരിക്കലും ഒരു അനിമലിനെ അബ്യൂസ് ചെയ്യുന്ന ഒരു ഇവൻറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ എല്ലാ മൃഗസ്നേഹികളും ലിബറൽസ് ആണെന്നുള്ള പരാമർശം തന്നെ ആദ്യം തെറ്റാണ്. 2, മൃഗങ്ങൾക്ക് ഇടതുപക്ഷമോ വലതുപക്ഷമോ ഇല്ല. അവർക്ക് ജീവിച്ചാൽ മതി, പേടി കൂടാതെ, അവരെ ആരും ഉപദ്രവിക്കാതെ ജീവിച്ചാൽ മതി. ഞങ്ങൾക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. കാരണം ഇതിനെ ഈ ജല്ലിക്കെട്ട് നടത്തുന്നത് കൊണ്ട് ഏത് രീതിയിലാണ് കർഷകർക്ക് ഇതിൽ നിന്ന് പ്രയോജനം ഉണ്ടാകുന്നതെന്ന് സാങ്കേതികമായി ഇപ്പം ശാസ്ത്രീയമായ രീതിയിൽ ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. ഇതുകൊണ്ട് ഇന്ത്യയിലെ ഇൻഡിജിനസ് ബുൾസിനെ എങ്ങനെ ഇവർ സംരക്ഷിക്കും? എന്തായാലും ശ്രീ അനൂപ് ചന്ദ്രൻ, നിങ്ങൾ ഇനി അതിനെക്കുറിച്ച് വലിയ വേവലാതിയിലേക്ക് പോകാൻ സമയം ഇപ്പോഴില്ല. കാരണം നിങ്ങളെ തുരത്താൻ ശ്രമിക്കുകയാണിപ്പോൾ. പിറ്റ പോലെയുള്ള സംഘടനകൾക്ക് വലിയ ഭീഷണികൾ വന്നിരിക്കുന്നു. അതിപ്പോ അവർക്ക് ഒരു കാര്യം പറയട്ടെ, അതായത് പീറ്റയിലെ ഏറ്റവും തലപ്പത്തുള്ള ഒരു വനിതയോട് ടെലിഫോണിൽ വിളിച്ച് ഇതിനെ എതിർക്കുന്ന ആളുകൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? അവരെ റേപ്പ് ചെയ്യും എന്ന്. ഇതാണ് വന്നിരിക്കുന്നത്. പീറ്റ പോലെയുള്ള സംഘടനകൾക്കോ അതല്ലെങ്കിൽ നിങ്ങളെപ്പോലെയുള്ള മൃഗസ്നേഹികൾക്കോ ഇനി പരിപാടി അവസാനിപ്പിച്ച് പോകാം എന്നുള്ളതിന്റെ സന്ദേശമല്ലേ ഇത്? ഇതിപ്പോ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യം, ഈ ഞങ്ങളെ പോലുള്ള മൃഗസ്നേഹികൾ എന്ന് പറയുന്നത്, മൃഗസ്നേഹം എന്നുള്ളത് ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട കാര്യമാണോ? ഈ മതത്തിന്റെ കാര്യം പറയുന്ന ആൾക്കാരും അല്ലാതെ ന്യൂട്രലായിട്ട് നിൽക്കുന്ന ആൾക്കാർക്കും എല്ലാവർക്കും മൃഗങ്ങളോട് വേണ്ട ഒരു ഇത് തന്നെയാണ് മൃഗസ്നേഹം. അത് പീറ്റ പോലെ ഒരു ഗ്രൂപ്പിനോ ഇല്ലെങ്കിൽ PFA പോലെ ഒരു ഗ്രൂപ്പിലോ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട കാര്യമല്ല മൃഗസ്നേഹം. കാരണം ബാക്കി സഹജീവികളെ പ്രബോധനങ്ങളല്ല. ഇപ്പൊ ഓർഡിനൻസിന്റെ കാര്യവും ഇപ്പം ഇതിനെ മറികടന്ന കാര്യവും ഞാൻ പറയാം. ഇപ്പം അതിൽ തന്നെ ഇപ്പൊ നാഷണൽ ആന്തത്തിന്റെ ഒരു കാര്യം വന്നപ്പോൾ സുപ്രീം കോടതിയുടെ വിധി അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞ് IFFKയിൽ കുറച്ച് ആൾക്കാർ നാഷണൽ ആന്തത്തിന് എണീറ്റില്ല എന്ന് പറഞ്ഞ് അവരെ ഒരുപാട് ചീത്ത വിളിച്ചവരും അതിനെതിരെ പോസ്റ്റ് ഇട്ടവരും. പക്ഷേ നാഷണൽ ആന്തം കേൾക്കുമ്പോൾ എണീക്കണം എന്നൊരു റൂൾ ഇല്ല. ഇത് റൂൾ പ്രകാരം അതിനെ ലംഘിക്കാതിരുന്നാൽ മതി, ഇല്ലെങ്കിൽ നാഷണൽ ആന്തം പാടുന്നതിനെ തടയാതിരുന്നാൽ മതി. അപ്പോൾ അതിന് എണീക്കാതിരുന്നവർക്കെതിരെ ചീത്ത വിളിക്കുക എല്ലാം ചെയ്തവർ തന്നെ സുപ്രീം കോടതിയുടെ ഒരു വിധിയെ ലംഘിക്കാൻ വേണ്ടി ആൾക്കാരെ പ്രൊവോക്ക് ചെയ്ത് രാഹുൽ ഈശ്വറിനോട് ഞാൻ തുടക്കത്തിൽ ചോദിച്ചാണ്. രാഹുൽ ഈശ്വർ എന്തൊക്കെയോ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ല. ഞാൻ വരാം. രാഹുൽ ഈശ്വർ, അങ്ങേക്ക് മറുപടി ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അഡ്വക്കേറ്റ് ശ്രീനിവാസൻ വേണുഗോപാൽ, ഈ ഒരു ചോദ്യം ശ്രീ അനൂപ് ചന്ദ്രനെ പോലുള്ളവർ, താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടോ? അഡ്വക്കേറ്റ് ശ്രീനിവാസൻ വേണുഗോപാൽ, താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടോ? ഉണ്ട്. ഇപ്പൊ അനൂപ് ചന്ദ്രനെ പോലെയുള്ള ആളുകൾ, കാലങ്ങളായി മൃഗസ്നേഹികൾ എന്നറിയപ്പെടുന്നവർ, പല സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർ, സർക്കാരിന്റെ തന്നെ ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ പോലെയുള്ള സ്ഥാപനങ്ങൾ, ഇതിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ചെയ്യേണ്ടത് ഈ മൃഗങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഭരണഘടന അനുശാസിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അവരോട് നിങ്ങൾ എന്ത് മറുപടിയാണ് പറയുന്നത്? അവരോട് നിങ്ങളുടെ പല മന്ത്രിമാരും നിങ്ങളുടെ പല നേതാക്കളും ഭീഷണിപ്പെടുത്തിയെന്ന വാർത്തകളുണ്ട്. അവരെ തമിഴ്നാട്ടിൽ നിന്ന് ഓടിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞവരുണ്ട്, മറ്റു രാജ്യങ്ങളിലേക്ക് പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞവരുണ്ട്. നിങ്ങളുടെ നയം എന്താണ്, നിലപാട് എന്താണ് ഈ കൂട്ടരോട്? അല്ലല്ലേ, ഈ ജല്ലിക്കെട്ടിന് ഉപയോഗിക്കുന്ന കാളകളെ ആ കർഷകർ വളരെ സ്നേഹത്തോടു കൂടിയാണ് വളർത്തിക്കൊണ്ടുവരുന്നത്. ഇവര് മാത്രമല്ല മൃഗസ്നേഹികൾ, അവിടുത്തെ തമിഴ്നാട്ടിലെ കർഷകരെല്ലാം ഈ ജല്ലിക്കെട്ടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും ഈ കാളകളെ എല്ലാം സ്നേഹിക്കുന്നവരാണ്. ഇവര് ഒരു ഗ്രൂപ്പ് മാത്രമല്ല.
എല്ലാവരും മനുഷ്യരെല്ലാവരും മൃഗങ്ങളെ സ്നേഹിക്കുന്നവർ തന്നെയാണ്. ഇനി ഇതൊരു സ്പോട്ടായിട്ട് അത് വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഒരു ആഘോഷമായി എടുക്കുമ്പോൾ ഇവർ ഈ രീതിയിൽ സമീപിക്കുന്നത് ശരിയല്ല. ശ്രീനിവാസൻ വേണുഗോപാൽ, ആ കാര്യത്തിൽ തർക്കമുണ്ട്. എല്ലാ മനുഷ്യരും ഒരുപോലെ മൃഗങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ചിലർ ഭക്ഷിച്ച് സ്നേഹിക്കുന്നു, ചിലർ വളർത്തി സ്നേഹിക്കുന്നു, ചിലർ ഒരു ദിവസത്തിൽ കൊണ്ടുപോയി അന്നത്തേക്ക് ക്രൂശിക്കാൻ വേണ്ടി 364 ദിവസം സ്നേഹിക്കുന്നു എന്ന വ്യത്യാസമുണ്ട്. ഇവിടെ ആ മൂന്നാമത് പറഞ്ഞതാണ്. ഞാനത് ജനറലായിട്ടാണ് ഉദ്ദേശിച്ചത്, അല്ലാതെ അതിന്റെ ഒരു പ്രത്യേക ഗ്രൂപ്പായിട്ട് എടുക്കാൻ പറ്റില്ല. നമ്മളിപ്പോ ഇതിന്റെ പ്രധാന വിഷയം അതല്ലല്ലോ, ഈ ഓർഡിനൻസും ഭരണഘടനയും തമ്മിലുള്ള ഒരു അല്ലല്ല, അത് അങ്ങേക്കുള്ള പ്രധാനപ്പെട്ട വിഷയമാണ്. ഞാൻ ഇപ്പോൾ ആ വിഷയത്തിൽ നിന്ന് കടന്നെത്തിയ ഒരു സ്ഥലമുണ്ട്. അതായത് അനൂപ് ചന്ദ്രനെ പോലെ അല്ലെങ്കിൽ പീറ്റായെ പോലെയുള്ള സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർ, ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്കും ഇവിടെ ജീവിക്കണമല്ലോ. അവരോട് നിങ്ങൾ എന്ത് പറയുന്നു? ഇല്ല, അവർക്ക് ജീവിക്കാനുള്ള ഭരണഘടനപരമായ എല്ലാ സ്വാതന്ത്ര്യവും നമ്മുടെ ഇന്ത്യ. അവർക്ക് ആഹാരം കഴിച്ച് എവിടെയെങ്കിലും ജീവിക്കാം. ഈ പരിപാടി നടത്താൻ പറ്റില്ല. ഇനി നാളേക്ക് വേണ്ടി ഇനി അവർ ജീവിക്കണ്ട. അല്ലല്ല, അവരുടെ പ്രവർത്തന മേഖലയിലൊന്നും അണ്ണാഡിഎംകെക്ക് കൈകടത്തേണ്ട ആവശ്യമൊന്നുമില്ല. അത് അവർക്ക് അതിന്റെ സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് ജീവിക്കാം. അതിൽ അണ്ണാഡിഎംകെ അഭിപ്രായം പറയേണ്ട കാര്യം. പിന്നെ എന്തിനാണ് ഈ അനൂപ് ചന്ദ്രൻ ഇങ്ങനെ അനൂപ് ചന്ദ്രൻ, നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതിനകത്ത് നിന്നുകൊണ്ട്? ഇപ്പോൾ ഇതിപ്പം മൃഗസ്നേഹം അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുക, നേരത്തെ പറഞ്ഞ AWBIയുടെ കാര്യം തന്നെ എടുക്കുക. AWBI ഒരു ഗവൺമെൻറ് ബോഡിയാണ്, അനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ. പക്ഷേ അവർ പോലും കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂർ പൂരത്തിന് ചെന്നപ്പോൾ, ആനകളെ ഇൻസ്പെക്ട് ചെയ്യാൻ ചെന്നപ്പോൾ അവരെ തടയുകയും അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്തു. കഴിഞ്ഞ ചർച്ചയിൽ നമ്മൾ പറഞ്ഞതാണ്, ആനകളുടെ മുറിവുകളിൽ ഇത് മരുന്ന് തേക്കുന്നു എന്ന് പറഞ്ഞാണ്. അപ്പോൾ അവിടെ മരുന്ന് തേച്ചോ പെയിൻ്റ് അടിച്ചോ എന്നുള്ളതല്ല, അവിടെ മുറിവുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പോൾ ഇതുപോലെയുള്ള ഗവൺമെൻറ് ബോഡീസിന് പോലും ഈ മൃഗസ്നേഹം എന്നുള്ള കാര്യം മുൻപോട്ട് വയ്ക്കാൻ പറ്റാത്ത രീതിയിലാണ് ഈ ഗവൺമെന്റിലുള്ള ആൾക്കാരുടെ തന്നെ ഒരു നിസ്സഹകരണപരമായ പെരുമാറ്റം. നമ്മൾ ഇവിടുത്തെ കാര്യം തന്നെ എടുക്കുക. ഇപ്പം മൃഗങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും വർക്ക് ചെയ്യുന്നവരെന്ന് പറയുമ്പോൾ ആദ്യമേ ആ ബ്രാൻഡിങ് ഉണ്ട്, അവർ മൃഗസ്നേഹികൾ, അത് അവരുടെ ജോലി അല്ലെങ്കിൽ അവരുടെ മാത്രം ഉത്തരവാദിത്തം എന്നുള്ളത്. ഇപ്പോൾ 364 ദിവസവും കാളകളെ സ്നേഹിക്കുന്ന അയാൾക്ക് ആ ഒരു ദിവസം മാത്രം എന്തുകൊണ്ട് കാളകളോട് സ്നേഹമില്ല? 365ാമത്തെ ദിവസം സ്നേഹിച്ചൂടെ? ഇതിനൊരു രാഷ്ട്രീയമുണ്ട്, നമ്മൾ കാണാനൊരു കാര്യമില്ല. എല്ലാ വിഷയങ്ങൾക്കും ഉള്ളതുപോലെ. രാഹുൽ, ഞാൻ തിരിച്ചു വരാം. നേരത്തെ രാഹുൽ പറഞ്ഞ ആ കാര്യത്തിലേക്ക് കൂടി നമുക്ക് ചർച്ച കൊണ്ടുപോകേണ്ടത്. എനിക്ക് പെട്ടെന്നൊരു ഇടവേളയിലേക്ക് കൂടി പോകണം. ഇടവേള കഴിഞ്ഞ് വരുമ്പോൾ അന്വേഷിക്കേണ്ടതും അത് തന്നെയാണ്. ജുഡീഷ്യറി ഒരു പക്ഷേ അമിതമായ താല്പര്യം ഇത്തരം കാര്യങ്ങളിൽ കാണിച്ചിട്ടുണ്ടോ? ഈ ജനപ്രക്ഷോഭം അതുകൊണ്ട് കൂടിയാണോ എന്നുകൂടി അന്വേഷിക്കാം ഇടവേളയ്ക്ക് ശേഷം. അഡ്വക്കേറ്റ് MR അഭിലാഷ്, ഈ കാര്യത്തിൽ ജസ്റ്റിസുമാരുടെ ബ്രെയിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് കൂടി അന്വേഷിക്കുന്നുണ്ട്. നമുക്ക് എത്രത്തോളം നിയമപരമായി അതിനെ കീറിമുറിക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് സംശയവുമുണ്ട്. പക്ഷേ പല നിയമങ്ങളും ജനങ്ങളുടെ വികാരത്തെ മാനിക്കാതെയാണ് വിധികൾ വരുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളുണ്ട്. ഈ കാര്യത്തിലും അത് കോടതി ശ്രദ്ധിക്കേണ്ടിയിരുന്നു എന്നാണ് രാഹുൽ ഈശ്വറിനെ പോലുള്ളവർ തുടക്കം തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രശ്നമാണോ ഇപ്പോൾ കോടതിയെ മറികടന്ന്, കോടതിയെ ഒരു തരത്തിൽ അപമാനിച്ചു അല്ലെങ്കിൽ ദുർബലപ്പെടുത്തി, ഭരണഘടനയെ ദുർബലപ്പെടുത്തി എന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചത്? ഡോക്ടർ ലാൽ, ഞാൻ ഒരു ചെറിയ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ താങ്കളുടെ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് കടന്നുകൊള്ളട്ടെ. ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ ഇത്രയും ഉണ്ടാകുന്നതും തമിഴ്നാട്ടിലെ ജനങ്ങൾ ഇത്രയും എല്ലാം അവർ മൊബിലൈസ് ചെയ്യപ്പെട്ടതിൻ്റെ എല്ലാം പിന്നിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ: കാളകൾക്ക് വോട്ടവകാശമില്ല. കാളകൾക്ക് വോട്ടവകാശം ഇല്ലാത്ത അവസരത്തിൽ AIADMKയിൽ ജയലളിതയുടെ ആ അഭാവം ഉണ്ടാക്കിയ വാക്വത്തിലേക്ക് ദേശീയ പൊളിറ്റിക്കൽ പാർട്ടികളും റീജിയണൽ പൊളിറ്റിക്കൽ പാർട്ടികളും എല്ലാം കൂടെ അവിടേക്ക് ഓടിച്ചെന്ന് അതിൽ നിന്നും ഇലക്ട്രൽ ബെനിഫിറ്റ് കൊയ്യാൻ ശ്രമിക്കുകയാണ്. ഇനി താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നുകൊള്ളട്ടെ. ഇപ്പം ഒരു ജുഡീഷ്യൽ ഓവർ റീച്ച് ആണ്, ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ ഇതൊരു ജുഡീഷ്യൽ ഓവർ റീച്ച് ആണ് എന്ന് ഞാൻ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ കരുതുന്നില്ല. കാരണം ജുഡീഷ്യൽ ഓവർ റീച്ച് എന്ന് പറയുന്ന ആ സങ്കല്പനം തന്നെ സുപ്രീം കോടതി ഒരിക്കലും നടപ്പിലാക്കാൻ പറ്റാത്ത ഓർഡറുകൾ പാസ്സാക്കുക, അതുപോലെ തന്നെ കോടതി എക്സിക്യൂട്ടീവിൻ്റെയും ലെജിസ്ലേച്ചറിൻ്റെയും ഷൂസിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യുക, അവരുടെ ഡൊമൈനിലേക്ക് കടന്നു കയറി ഒരാക്രമണം നടത്തി അങ്ങനെ ഓർഡറുകൾ പാസ്സാക്കി ആ പാസ്സാക്കുന്ന ഓർഡറുകൾ ഇംപ്ലിമെൻ്റ് ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥ. ഒരു ഉദാഹരണത്തിന് 2005 ക്യാഷ് ഫോർ ക്വസ്റ്റ്യൻ സ്കാൻഡലിൽ MP മാരെ ഡിസ്ക്വാളിഫൈ ചെയ്തപ്പോൾ അതിലൊരു MP രാജാ രാംപാൽ സുപ്രീം കോടതിയെ സമീപിക്കുകയുണ്ടായി. കോടതി സ്പീക്കറിനും രാജ്യസഭയുടെ ചെയർമാനും നോട്ടീസ് ഇഷ്യൂ ചെയ്യുകയും അവർ ലെജിസ്ലേച്ചർ തീരുമാനിച്ചു ഞങ്ങൾ കോടതിയുടെ മുമ്പിൽ അപ്പിയർ ചെയ്യില്ല എന്ന് തീരുമാനിച്ചു.
അതിനുശേഷം ശരിക്കും ഒരു ഡെഡ് ലോക്ക് ആണ് ഉണ്ടായത്. അവസാനം സുപ്രീം കോടതി തന്നെ എന്തോ ഒരു കോംപ്രമൈസ് ഓർഡർ പാസ്സാക്കി പുറത്തു വരികയാണ് ചെയ്തത്. അതാണ് ജുഡീഷ്യൽ ഓവർ റീച്ച്. എക്സിക്യൂട്ടീവിൻ്റെയും ലെജിസ്ലേച്ചറിൻ്റെയും ഡൊമൈനിലേക്ക് കടന്നു ചെന്ന് തങ്ങൾ പാസ്സാക്കാൻ തങ്ങൾ ശ്രമിക്കരുതാത്ത ഓർഡറുകൾ ആ എന്തൂസിയാസത്തിൽ പാസ്സാക്കുന്നതിൻ്റെ കോൺസിക്വൻസ് ആണ് ഓവർ റീച്ച്. ഈ ഒരു പർട്ടിക്കുലർ ഇഷ്യൂസിൽ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് ആക്ട് 1958 വളരെ വ്യക്തമായിട്ട് സെക്ഷൻ 11 എന്താണ് മൃഗങ്ങളോടുള്ള ക്രൂരത എന്ന് പറയുന്നുണ്ട്. ഈ ഒരു പർട്ടിക്കുലർ ഇഷ്യൂവിൽ ഇതൊരു ഓവർ റീച്ചിൻ്റെ കേസേ അല്ല. 2014 ഈ കേസ് നടന്നപ്പോൾ വിശദമായ ഹിയറിംഗ്, പലപ്പോഴും പല ഹിയറിങ്ങുകളും അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്ക് സിദ്ധിച്ചതുമായിരുന്നു ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട്. അപ്പോൾ വിശദമായ ഹിയറിംഗ് നടത്തിയതിന് ശേഷം എല്ലാവരെയും കേട്ടതിന് ശേഷം അന്ന് ഒരു മലയാളി തന്നെയാണ് ഈ കേസ് ജഡ്ജ്മെന്റ് പെൻ ചെയ്തത്. ജസ്റ്റിസ് KS രാധാകൃഷ്ണൻ ചോദിച്ച ഒരു ചോദ്യത്തിന് പോലും മറുപടി കൊടുക്കുവാൻ ഇന്ന് ജല്ലിക്കെട്ടിനെ സ്ട്രോങ് ആയിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പുകൾക്കും അന്ന് സുപ്രീം കോടതി ഭരണഘടന പറയുന്ന കാര്യങ്ങൾ അത് സംരക്ഷിക്കാൻ ഇവിടുത്തെ സാധാരണ പൗരനു വേണ്ടി സംരക്ഷിക്കാൻ കോടതികൾക്ക് അധികാരമുണ്ട്. അത് കോടതി ചെയ്തു. ശ്രീ അഭിലാഷ് പറയുന്ന രണ്ട് കാര്യങ്ങൾ വളരെ കറക്റ്റാണ്. ഒന്ന്, തമിഴ്നാട് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഷാബിയായ ഒരു ജുഡീഷ്യൽ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ രണ്ട്, ഞാൻ ജഡ്ജിയുടെ പേര് പറയുന്നില്ല, അദ്ദേഹം പറഞ്ഞുകൊണ്ട് മാത്രം തമിഴ്നാട് സർക്കാരിനെ മാത്രം അത് നിന്നവർക്കും ഇത് ബാധകമാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ എല്ലാ ആദരവോടും പറഞ്ഞോട്ടെ, ഈ വിധിന്യായം കഴിഞ്ഞ് അടുത്ത വർഷം പീറ്റയുടെ മാൻ ഓഫ് ദി ഇയർ അദ്ദേഹം സ്വീകരിച്ചത് ഇംപ്രൊപ്പറേറ്റി ആയിപ്പോയി. അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കാനുള്ള ഒരു മാന്യതയെങ്കിലും ലിറ്റിഗന്റിന് ഫേവറായി വിധി കൊടുത്തൊന്നുമല്ല. ഭരണഘടനയിൽ പറയുന്ന വകുപ്പുകൾ സംരക്ഷിക്കാൻ, അല്ലാതെ വേണ്ടിയിട്ടല്ല, പീറ്റയ്ക്ക് വേണ്ടി അവരുടെ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. ആ ഭരണഘടനയിൽ പറയുന്ന, നിയമത്തിൽ പറയുന്ന വകുപ്പുകൾ സംരക്ഷിക്കാൻ, മൃഗങ്ങൾക്ക് വേണ്ടിയുള്ള വകുപ്പുകൾ ഇവിടെ നിയമസഭ പാസാക്കിയത് സംരക്ഷിക്കാൻ, അതിനുവേണ്ടിയാണ് ധൈര്യമായ നിലപാടെടുത്ത ആളാണ്. അദ്ദേഹത്തെ എനിക്ക് വളരെ ആദരവാണ്. പക്ഷേ പീറ്റ പോലൊരു സംഘടനയുടെ മാൻ ഓഫ് ദി ഇയർ പുരസ്കാരം മേടിക്കുമ്പോൾ മറുഭാഗത്ത് നിൽക്കുന്നവരിൽ ചിലർക്കെങ്കിലും സംശയം ഉണ്ടാകുകയും ഇത്തരം കാര്യം റൈസ് ചെയ്യുകയും ചെയ്യും. എല്ലാ നാഷണൽ ചാനലും ഒരു സ്ഥലത്ത് പോലും ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങൾ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യയാണ് ഇതിനകത്ത് മെയിൻ അപ്പല്ലന്റ് ആയിട്ട് വരുന്നത്. പീറ്റയുടെ മാൻ ഓഫ് ദി ഇയർ അദ്ദേഹം മേടിച്ചില്ലേ? അങ്ങേക്ക് അറിയില്ലേ? ഇത് പീറ്റ അതിനകത്ത് ഒരു പാർട്ടി മാത്രമാണ്. ആനുവൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യയാണ് അതിനകത്ത് പീറ്റയുടെ മാൻ ഓഫ് ദി ഇയർ മേടിക്കുന്നത് മറുഭാഗത്ത് നിൽക്കുന്ന ചില തീവ്ര സ്വരക്കാരെങ്കിലും ഉയർത്തിയാൽ അത് കേൾക്കാതിരിക്കാൻ ഞങ്ങൾ മനുഷ്യാവകാശ പ്രവർത്തകർക്ക് വേണ്ടിയുള്ള അവാർഡുകൾ വാങ്ങിക്കുന്നത് ഒരു കൈക്കൂലിയായി കാണേണ്ടതില്ല. അവിടെ നിൽക്കട്ടെ. എന്റെ ചോദ്യം, പീറ്റ ഇതിനകത്ത് എന്നാ വന്നത്? 1958 വളരെ സത്യസന്ധനും ലെജൻഡറി ആയ ഒരു ജഡ്ജിനെ, അതുകൊണ്ടാണ് പേര് പോലും എടുക്കാത്ത, ശ്രീ ദീപക് മിശ്രയുടെ പേരെടുക്കുന്നത് അദ്ദേഹത്തിന്റെ ചില വിധിന്യായങ്ങളോട് ശക്തമായ എതിർപ്പ് കൂടെ ഉള്ളതുകൊണ്ടാണ്. മുമ്പ് പറഞ്ഞ ജഡ്ജിയുടെ പേര് പോലും എടുക്കാത്ത അത്ര ആദരവുള്ളതുകൊണ്ടാണ്. പക്ഷേ ജനങ്ങളുടെ സെൻസിറ്റിവിറ്റി പൂർണ്ണമായി കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. അങ്ങ് മനസ്സിലാക്കേണ്ടത് തമിഴ്നാട്ടിൽ തിരിച്ചു നിന്നാൽ നിലനിൽക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ്. ലക്ഷക്കണക്കിന് ജനങ്ങളാണ് പറയുന്നത് ഈ ജനങ്ങൾക്ക് വേണ്ടിയാണ് നിയമം, നിയമത്തിന് വേണ്ടിയല്ല ജനങ്ങൾ. ജനങ്ങൾക്ക് വേണ്ടിയാണ് നിയമം, നിയമത്തിന് വേണ്ടിയല്ല ജനങ്ങൾ, ജനങ്ങൾക്ക് വേണ്ടിയാണ്. അഭിലാഷ്, അതിനൊരു കൃത്യമായ നിയമം മൃഗങ്ങളെയും പ്രൊട്ടക്ട് ചെയ്യണം. അങ്ങനെ വരുമ്പോഴല്ലേ നിയമമാകുന്നത്. അതെ, പക്ഷെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ അല്ലേ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകിയത്? വി ദി ആനിമൽസ് ഓഫ് ഇന്ത്യ അല്ലല്ലോ. ആ പീപ്പിളിന് പ്രൈമസി ഉണ്ടാകും. ആ പീപ്പിളിന് ചില കാര്യങ്ങളിൽ ഒരു ബാലൻസ് സ്ട്രൈക്ക് ചെയ്യേണ്ടി വരും. ആ സന്തുലനം കോടതി വിധിക്ക് ഇല്ലായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഒരു ജനത മുഴുവൻ ഒറ്റക്കെട്ടായി. അഭിലാഷ് പറയൂ, വി ദ ആനിമൽസ് ഓഫ് ഇന്ത്യ അല്ലാത്രേ. അദ്ദേഹം ഇപ്പൊ പറയുന്നത് വി ദ പീപ്പിൾ എന്ന ഒരു ഗ്രൗണ്ട് കൊണ്ട് മാത്രം നമുക്ക് ഗോത്രവർഗ ചിന്തകളിലേക്കും അതുപോലെ തന്നെ വളരെ പ്രൈമോഡിയൽ ആയിട്ടുള്ള ഇൻസ്റ്റിങ്ക്റ്റുകളിലേക്കും പോകാനുള്ള അവകാശം ഉണ്ടെന്നാണ്. വി ദ പീപ്പിൾ എന്നുള്ളത് ആധുനിക മൂല്യങ്ങളുടെ അതിന്റെ ഒരു സങ്കലനമാണ്. വി ദ പീപ്പിൾ എന്നുള്ളത് മോഡേൺ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ്, നമ്മുടെ പ്രിയാമ്പിളാണ് വി ദ പീപ്പിൾ എന്ന് തുടങ്ങുന്നത്. അതിന്റെ അർത്ഥം ഇതല്ല. മൃഗങ്ങളെ പീഡിപ്പിച്ച് കൊല്ലുവാനും അതുപോലെ തന്നെ ക്രൂരതയ്ക്ക് വിധേയരാക്കുവാനുള്ള അവകാശമല്ല വി ദ പീപ്പിൾ തരുന്നത്. ആ വി ദ പീപ്പിൾ തുറന്നെടുത്ത വാതായനമുണ്ട് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 51AG. മൃഗങ്ങളോട് കമ്പാഷനോടുകൂടി പെരുമാറണം എന്നുള്ളത് ഭരണഘടനയുടെ ഒരു മൗലിക ഉത്തരവാദിത്വമാണ്. ഭരണഘടന വ്യക്തികൾക്ക് നൽകുന്ന ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ്. 100% യോജിക്കുന്നു. നമുക്ക് മൃഗങ്ങളുടെ അവകാശങ്ങൾക്ക് മേൽ കടന്നു കയറുവാനുള്ള ഒന്നും തന്നെ ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടില്ല. അങ്ങനെ നാം കരുതുന്ന മൃഗങ്ങൾക്ക് മുൻപ് തന്നെ
പ്രത്യേക പരിഗണന ലഭിച്ച വിഭാഗങ്ങൾ വേറെയുമുണ്ട്. സ്ത്രീകൾ, കുട്ടികൾ, ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾ, അതായത് ഡിഫറently ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾ, ഇവരൊക്കെ ഇതുപോലെ ഒരുപാട് ഇവർക്കൊക്കെ വോട്ടവകാശം പോലും ഏത് കാലഘട്ടത്തിലാണ് കിട്ടിയതെന്നുള്ളത് അങ്ങേക്ക് അറിയാം. അവരൊന്നും ഒച്ച വെച്ചിട്ടല്ല, അവർക്ക് വേണ്ടി പലരും വാദിച്ചിട്ടാണ്. അതുപോലെ മൃഗങ്ങൾക്കും ഇവിടെ മൃഗങ്ങളുടെ സ്പേസ് നമ്മളാണ് അടിച്ചെടുക്കുന്നത്. അവർക്ക് വേണ്ടിയുള്ള സ്പേസ് പ്രത്യേകിച്ച് വാദിക്കുന്ന ആളുകൾക്ക് വേണ്ടി, അവർ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിയമത്തിൽ പറയുന്ന ശ്രീ അഭിലാഷിനെ പോലെ അഭിലാഷിനെ പോലെ ഇത്രയും എന്താ പറയണേ വിദഗ്ധനായ ഒരു അഭിഭാഷകന്റെ വാദഗതികളിനോട് പൂർണ്ണ യോജിപ്പാണ്. അതുകൊണ്ടാണ് ക്രൂവലിറ്റി ഇല്ലാതെ ജല്ലിക്കെട്ട് നടത്തുക എന്നൊരു സിന്തസിസിലേക്ക്, കൺസെൻസസിലേക്ക് നമുക്ക് വരുന്നത്. ഇതൊരു റിജിഡ് പൊസിഷൻ പിടിക്കുന്ന ഞങ്ങൾ ആരുമല്ല, മൃഗസ്നേഹികൾ എന്ന് പറയുന്നവരാണ്. ഞങ്ങൾ ഏത് രീതിയിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ്. ഒരു എക്സ്ട്രീം പൊസിഷൻ പിടിച്ച് ജല്ലിക്കെട്ട് വേണ്ടതല്ല, ക്രൂവലിറ്റി വേണ്ട. അല്ല ശ്രീ രാഹുൽ ഈശ്വർ, ഇങ്ങനെ ഒരു തിടുക്കത്തിൽ കോടതി വിധിയെ മറികടക്കുവാനുള്ള ഈ ഒരു കുൽസിത ചിന്തയോടുകൂടി തന്നെ ഇത് ചെയ്യണമായിരുന്നു. അങ്ങ് പറയുന്ന കാഴ്ചപ്പാടുകളെല്ലാം പൂർണ്ണമായിട്ട് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. കാർഷിക സംസ്കാരത്തിന്റെ അതിന്റെ നാടിയായിരിക്കാം ഒരുപക്ഷെ ഈ ജല്ലിക്കെട്ടെന്ന് കാണുന്ന ഈ ഒരു സ്പോർട്ടിംഗ് ഐറ്റം. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഈ ആനിമൽസിനെ ഇത്രയധികം ക്രൂവലിറ്റിക്ക് വിധേയമാക്കുന്നു എന്ന ഗ്രൗണ്ട് കൊണ്ട് സുപ്രീം കോടതി സ്റ്റേ ചെയ്ത നോട്ടിഫിക്കേഷൻ, അതുപോലെ തന്നെ 2014 ഇങ്ങനെ ഒരു ജഡ്ജ്മെന്റ് ഓപ്പറേഷനിലായ സ്ഥിതിക്ക് ഈ വിഷയങ്ങളൊക്കെ കോടതിയുടെ മുമ്പിൽ കൊണ്ടുവന്നതിന് ശേഷം ശ്രീ രാഹുൽ ഈശ്വർ, നാം ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഭരണഘടനാ സ്ഥാപനങ്ങളെ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കുകയാണ്. കാവേരി കേസിൽ കർണാടകയിൽ അവിടെ ഈ പബ്ലിക് പ്രൊട്ടസ്റ്റ് കാരണം സുപ്രീം കോടതിയുടെ വിധി വയലേറ്റ് ചെയ്യപ്പെട്ടു. ഇന്ന് തമിഴ്നാട്ടിലേക്ക് വരുന്നു. നാളെ ഒരു പക്ഷേ ശബരിമല വിഷയത്തിൽ, ഓഫ് കോഴ്സ് അത് ഈ ഓവർ റീച്ച് ആണെന്ന് വിശ്വസിക്കുന്ന, ഇപ്പൊ സുപ്രീം കോടതി ശബരിമലയിലെ സ്ത്രീ പ്രവേശം ഓർഡർ ചെയ്യുകയാണെങ്കിൽ അത് ഓവർ റീച്ച് ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ശരിക്കും ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ ഈ ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഈ ഒരു ഭരണഘടനാ സംവിധാനത്തെ നാം അടിയറവ് വെക്കുക, അല്ലെങ്കിൽ അതിനെതിരെ ഇങ്ങനെ ഒരു തുറന്ന വെല്ലുവിളി ഉയർത്തുക എന്നൊക്കെ ഉള്ളത് ശരിക്കും നമ്മുടെ ശബ്ദത്തിൽ ഞാൻ കടിഞ്ഞാണിടുന്നു. കാരണം ഇന്നത്തെ അവസാനത്തെ ഒരു മിനിറ്റിൽ താഴെ അനൂപ് ചന്ദ്രൻ, നിങ്ങൾ പീറ്റ പോലെയുള്ള സംഘടനകൾ, പീപ്പിൾ ഫോർ ആനിമൽസ്, ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ, ഇനി അങ്ങോട്ട് ഇത്രയും കാലം സൂക്ഷിച്ചു വെച്ച, സംരക്ഷിച്ചു വെച്ച അവകാശങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ഇനി അത് തിരിച്ചു പിടിക്കാനുള്ള ഒന്നേന്ന് തുടങ്ങേണ്ട ഒരു അവസ്ഥയുണ്ട്. അതിലേക്ക് കടക്കാൻ പോവുകയാണോ അതോ തിരിച്ചു നടക്കാനാണോ ഇനി ഉദ്ദേശം? ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യം പറഞ്ഞു, പീപ്പിൾ ഫോർ ഇന്ത്യ എന്നുള്ള കാര്യം പറഞ്ഞു. ഇതിനൊക്കെ മുമ്പേ നമ്മൾ ഹ്യൂമൻസ് ആണെന്നും നമ്മൾ സഹജീവികളോടൊരു സ്നേഹം വേണം എന്നുള്ളതും നമ്മുടെ രാജ്യം രൂപീകരിക്കുന്നതിന് മുമ്പോ റിലീജിയൻ വരുന്നതിന് മുമ്പോ ഒക്കെ ഉള്ള ഒരു കാര്യമാണ്. രണ്ട്, ഈ മൃഗങ്ങളെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് നമുക്ക് അടിസ്ഥാനപരമായിട്ട് ഇപ്പം ഈ ജല്ലിക്കെട്ടിനോടനുബന്ധിച്ച് നടക്കുന്ന ബെറ്റിങ് ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പലരും കാണാതെ പോകുന്നുണ്ട്. ഇത് ഒരു വിഭാഗം കർഷകരെ ഇൻസൈറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു ജാതി ആൾക്കാരെ ഇൻസൈറ്റ് ചെയ്ത് അവരുടെ അവകാശങ്ങൾ ആരോ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നു എന്നൊരു മിഥ്യാധാരണ ഉണ്ടാക്കി അവരെ ഇൻസൈറ്റ് ചെയ്ത് ഫ്രണ്ട് ലൈനിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നു. ഈ AWBI അനുഷ്കർഷിക്കുന്ന എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജല്ലിക്കെട്ട് എങ്ങനെ നടത്താൻ പറ്റും? ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇപ്പം സുപ്രീം കോടതിയുടെ ഒരു വിധിയെ മറികടന്നുകൊണ്ട് പെട്ടെന്ന് ഒരു ദിവസം നിങ്ങളിത് ചെയ്യുമ്പോൾ അപ്പം മാസ് മെൻറ്റാലിറ്റി എവിടെയും വിജയിക്കുമെന്ന് നിങ്ങൾ, അതും ഇൻക്ലൂഡിങ് അഭ്യസ്ത വിദ്യരായ ആൾക്കാരും ഐഡലൈസ്ഡ് യുവജനങ്ങൾ ഐഡലൈസ് ചെയ്യുന്ന ആൾക്കാർ പോലും അതിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നാളെ ഇവിടെ എന്തൊരു റൈറ്റ് വന്നാലും അത് ഏതൊരു വിധി നിങ്ങൾക്ക് അനുകൂലമല്ല, അല്ലെങ്കിൽ നിങ്ങൾക്കത് സ്വീകാര്യമല്ല എന്ന് തോന്നുന്നു, അപ്പോൾ റോഡിൽ ജനങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ടോട്ടൽ ോട് ഞാൻ ഇടപെടുകയാണ്. എന്തായാലും അത് തന്നെയാണ് വലിയ ചോദ്യം. ഇവിടെ ജല്ലിക്കെട്ടിന് എതിരെ അല്ല ഈ ചർച്ച. ജല്ലിക്കെട്ട് തമിഴിന്റെ വികാരം, തമിഴകത്തിന്റെ എല്ലാ അഭിമാനവും സംരക്ഷിക്കപ്പെടട്ടെ. പക്ഷേ അത് നിയമാനുസൃതമായി, ഭരണഘടനാനുസൃതമായി തന്നെയാണോ നടന്നിട്ടുള്ളത്, നടക്കുക? അങ്ങനെയാണെങ്കിൽ ഇത് സ്ഥിരം പരിഹാരം ആയോ? ഇല്ലെങ്കിൽ ആരൊക്കെ നാളെ മറുപടി പറയേണ്ടി വരും? അതാണ് ചർച്ചയിൽ ഉന്നയിച്ചത്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീ അനൂപ് ചന്ദ്രൻ, അഡ്വക്കേറ്റ് MR അഭിലാഷ്, അഡ്വക്കേറ്റ് ശ്രീനിവാസൻ വേണുഗോപാൽ. ഇടവേളയിലേക്ക്. റേഷനരിക്കായി ജല്ലിക്കെട്ട് മോഡൽ സമരം നടത്തേണ്ടി വരുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. സുപ്രീം കോടതി വിധി മറികടക്കാൻ ജല്ലിക്കെട്ടിനായി ഓർഡിനൻസ് കൊണ്ടുവന്നവർക്ക് ഭക്ഷ്യഭദ്രതാ നിയമത്തിലെ വിവരക്കാൻ നിയമം കൊണ്ടുവരാവുന്നതേ ഉള്ളൂ എന്നും കോടിയേരി പറഞ്ഞു.